की जय। प्रहलाद महाराज की जय। गुरुदेव महाराज की जय। श्रील प्रभुपाद की जय। गौर प्रमानंदे। हरि हरि बोल। ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ മാധവി രാധാ മാതാജി. ഹരേ കൃഷ്ണ ലൈല മാതാജി. ഹരേ കൃഷ്ണ ഉത്തമഭക്തി രോഹിണി ദേവിദാസ് മാതാജി. ഹരേ കൃഷ്ണ ശോഭന മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ സവിത മാതാജി. ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. അപ്പൊ ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രഭുജി. അഡ്വാൻസ്ഡ് ഹരേ ആയിട്ട് പുരുഷോത്തമ മാസ ആശംസകൾ. ഭഗവാൻ പുരുഷോത്തമന്റെ കൃപാകടാക്ഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. പുരുഷോത്തമ മാസം നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞാണ്. അതിന്റെ മാഹാത്മ്യമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കുക. ഞാനൊരു PDF ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. നമുക്ക് സമയമുണ്ടെങ്കിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ നോക്കാം. അല്ലെങ്കിൽ പിന്നീട് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് എടുക്കാം. ഇനി സമയമുണ്ടല്ലോ. ഒരു മാസം മുഴുവൻ പുരുഷോത്തമാണ്. നാളെ ആണ് ഇവിടെയൊക്കെ തുടങ്ങുന്നത്. നാട്ടില് ഞായറാഴ്ച തൊട്ടാണ്. അപ്പൊ പരമാവധി എല്ലാവരും വ്രതമൊക്കെ എടുത്ത് ഭഗവാന്റെ പ്രാർത്ഥനകളൊക്കെ ആയിട്ടിരിക്കുക. 3 വർഷത്തിൽ ഒരിക്കൽ വരുന്ന അസുലഭ മുഹൂർത്തമാണ് ഈ പുരുഷോത്തമ മാസം. അപ്പം എല്ലാവരും നമുക്ക് ശക്തിയുക്തമായിട്ട് അവരവർക്ക് പറ്റുന്ന രീതിയിൽ ഉപാസിക്കുക. നമ്മള് ഭഗവത്ഗീത ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഭഗവത്ഗീത യഥാരൂപം 5-ാമത്തെ അധ്യായം കൃഷ്ണാബോധത്തിലുള്ള പ്രവർത്തനം. അതിലെ ഹരേ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ബിന്ദുമാതാജി വരില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ? ബിന്ദുമാതാജി ഇന്ന് കേറിനില്ലെന്ന് പറഞ്ഞു. മാതാജിയുടെ തറവാട്ടിലെ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നില്ലാന്ന് പറയാൻ പറഞ്ഞു പ്രഭുവിന്റെ അടുത്ത്. അതെയോ? ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് എത്രാമത്തെ ശ്ലോകമാണ്? 14 തുടങ്ങുന്നത്. 13, 14. അപ്പം ഭഗവത്ഗീത യഥാരൂപം അധ്യായം 5 കർമ്മയോഗം കൃഷ്ണാബോധത്തിൽ പ്രവർത്തനം. ശ്ലോകം 14. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. സവിത മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവി രാധാ മാതാജി. മൈക്ക് ഓണാക്കി അയാൾ ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലൈല മാതാജി. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. പ്രഭുഹു ശരീരമാകുന്ന പൂരത്തിന്റെ ഉടമസ്ഥൻ, ലോകസ്യ ജീവലോകത്തിന് കർത്തൃത്വം കർത്തൃഭാവത്തെ ന സൃജതി സൃഷ്ടിക്കുന്നില്ല, കർമാണിന കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നില്ല, ന കർമ്മഫല സംയോഗ കർമ്മഫലത്തിൽ
പെടുന്നില്ല. തു എന്നാൽ സ്വഭാവം ത്രിഗുണ പ്രകൃതിയാണ്, പ്രവർത്തതേ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ അടുത്ത ശ്ലോകത്തില് നമ്മൾ കണ്ടു നമ്മളുടെ ചെയ്യുന്ന കർമ്മം എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി കണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം. ശരീരസ്ഥനായ ശിലപ്രഭാതരുടെ വിവർത്തനം ഭാവാർത്ഥം ശേഷി ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാ ജയ ശിലപ്രഭാത്. ശരീരസ്ഥനായ ആത്മാവ് തന്റെ ശരീരമാകുന്ന പുരത്തിന്റെ ഉടമസ്ഥൻ കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല, കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുമില്ല, കർമ്മഫലങ്ങൾ ഉണ്ടാക്കുന്നതുമില്ല. പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് ഇവയ്ക്കെല്ലാം കാരണം. അപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ അറിവാണ് നമ്മൾ കാണുന്നത്. ഭഗവാൻ പറയുന്ന ഒരു പുതിയൊരു അറിവ് നമ്മൾ കിട്ടുവാണ്. നമ്മൾ വിചാരിക്കുന്നു നമ്മളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മളിപ്പം ഈ ശ്ലോകത്തിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റിയാണ് നമ്മളല്ല ചെയ്യുന്നത്. പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് ഈ കർമ്മങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ഉള്ള ഒരു വസ്തുത നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അതിന്റെ ഭാവാർത്ഥം നോക്കാം. സബിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഒന്നും ഞാൻ ബുക്ക് എടുത്തിട്ടില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശോഭന മാതാജി. വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 14. ഭാവാർത്ഥം ശീലപ്രഭുപാദിക്ക് ജയ്. ജീവാത്മാവ് ഭഗവാന്റെ ശക്തികളിൽ പ്രകൃതികളിൽ ഒന്നാണ്. ഈ ജീവാത്മാവ് ഭഗവാന്റെ പരപ്രകൃതിയെന്ന് അറിയപ്പെടുന്ന ദ്രവ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് 7-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. എങ്ങനെയോ സ്മരണാതീത കാലം മുതൽക്കേ ശ്രേഷ്ഠ പ്രകൃതിയായ ജീവാത്മാവ് ഭൗതിക പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത് തന്റെ ക്ഷണിക ദേഹമായി ഭൗതിക വസ്തു വിവിധ കർമ്മങ്ങളുടെയും അവയുടെ ഫലങ്ങളുടെയും ഹേതുവായി തീരുന്നു. ഇങ്ങനെ ബന്ധരായ പരിതസ്ഥിതിയിൽ ജീവിച്ചിട്ട് ശരീരത്തെ താനെന്ന് തെറ്റിദ്ധരിച്ച് അത് അജ്ഞാനത്താൽ ജീവൻ ശാരീരിക കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നു. സ്മരണാതീത കാലം മുതലൊക്കെ ഉള്ള അവിദ്യയാണ് ശാരീരിക ക്ലേശങ്ങൾക്കും ദുഃഖത്തിനും കാരണമാകുന്നത്. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ജീവൻ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് മുക്തനാകാം. ശരീരസ്ഥനായ കാലത്തോളം താൻ ഇതിന്റെ ഉടമയാണെന്ന് ജീവനിൽ തോന്നുന്നു. വാസ്തവത്തിൽ താൻ അതിന്റെ ഉടമയോ അത് ചെയ്യുന്ന കർമ്മങ്ങളുടെയോ അനുഭവിക്കുന്ന ഫലങ്ങളുടെയോ നിയന്താവോ അല്ല. ഈ പ്രപഞ്ച സമുദ്രത്തിൽ മധ്യത്തിൽ തന്നെയായിട്ട് പന്താടുന്ന തിരമാലകളെ നിയന്ത്രിക്കാൻ കഴിവില്ലാതെ നിലനിൽപ്പനായി പാടുപെടുകയാണ് ജീവൻ. ദിവ്യമായ കൃഷ്ണബോധം കൊണ്ട് ഈ കടലിൽ നിന്ന് രക്ഷ നേടുക. അതുമാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമായുള്ളൂ. എല്ലാം കഷ്ടപ്പാടിനും ഉത്തമമായ വിവരണോപായം അതുമാത്രമാണ്. ഹരേകൃഷ്ണ പ്രഭു. ഉപായം കേട്ടോ. നിവാരണോപായം അതുമാത്രം. ഹരേ കൃഷ്ണ. അപ്പം പറയാണ് ശരീരസ്ഥനായ ആത്മാവ് തന്റെ ശരീരമാകുന്ന പുരത്തിന്റെ ഉടമസ്ഥൻ. അപ്പൊ നമ്മൾ പറഞ്ഞു 9 ഗേറ്റുകളുള്ള ഒരു രാജ്യത്തില് ഇരിക്കുന്ന ആ രാജാവ് എന്നാണ് നാരദമുനി വിശേഷിപ്പിച്ചത്. പുരഞ്ജരന്റെ കഥയിൽ കൂടെ ഭാഗവത്തിൽ കൂടെ നാരദമുനി നമ്മുടെ ശരീരത്തെ വിശേഷിപ്പിച്ചത് 9 ഗേറ്റ് ഉള്ളത് അല്ലെങ്കിൽ 9 കമാനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ അകത്തിരിക്കുന്ന രാജാവിനെയായിട്ടാണ് ഉപമിച്ചത്. അപ്പോൾ 9 നമ്മുടെ ശരീരത്തിന് എത്രയാണ്? 9 ഗേറ്റുകളുണ്ട്. ഒരു പുരം എന്നാണ് അതിനെ പറയുന്നത് അല്ലെ. 9 ഗേറ്റുള്ള ശരീരത്തിനെ ക്ഷേത്രം എന്ന് പറയുന്നു. ക്ഷേത്രങ്ങൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9 കവാടങ്ങളുണ്ട് ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ. നമ്മൾ കാണുന്ന ചിലപ്പോൾ 4 വലിയ വാതിലുകളൊക്കെയാണ്. അപ്പൊ അതില് തച്ചുശാസ്ത്രപരമായിട്ടൊക്കെ അങ്ങനത്തെ ആ ഒരു 9 വാതിലുകളൊക്കെ വെക്കുന്നുണ്ട്. കാര്യം അത് ശരീരം ആണ് ക്ഷേത്രം. ആ ഒരു കൺസെപ്റ്റിലാണ് വെക്കുന്നത്. അപ്പൊ അതിനുള്ളിലിരിക്കുന്ന ദേവൻ ഡയറ്റി എന്ന് പറഞ്ഞ വിഗ്രഹം എന്ന് പറയുന്നതാണ് നമ്മുടെ ആത്മാവ് അല്ലെ. അവിടെ ദേവനാണ്, അവിടുത്തെ വിഗ്രഹവും നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തില് ആത്മാവാണ് അവിടുത്തെ വിഗ്രഹമായിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിലെ നമ്മൾ കാണുന്ന വിഗ്രഹം ക്ഷേത്രത്തിൽ ഇരിക്കുന്നത്, നമ്മൾ ദർശിക്കുന്ന വിഗ്രഹം ആണ് ആത്മാവെങ്കിൽ അതിന്റെ കൂടെ ഇരിക്കുന്ന ഒരു മൂലബിംബം ഉണ്ടല്ലേ. മൂലബിംബം അതിലേക്കാണ് ആവാഹിച്ച് കയറ്റുന്നതും ഉത്സവവേലിക്കൊക്കെ എഴുന്നള്ളിക്കുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു വിഗ്രഹം വെക്കും,
പക്ഷെ ശക്തി മുഴുവൻ ഇരിക്കുന്ന ഇതിലാണ്, മൂലബിംബത്തിലാണ്. മൂലബിംബത്തിലാണ് മൂലമന്ത്രം എല്ലാം ചൊല്ലി തന്ത്രി പ്രതിഷ്ഠിക്കുന്നതും. അത് ചിലപ്പോൾ പഞ്ചലോകമാകാം, ചിലപ്പോൾ സ്വർണമാകാം, ചിലപ്പോൾ തങ്കമാകാം, ചിലപ്പോൾ അതിലും കൂടിയ വല്ല ലോഹങ്ങളൊക്കെ ആയിരിക്കാം. ആ വിഗ്രഹമാണ് ഉത്സവലിക്ക് എഴുന്നള്ളിക്കുന്നതും പിന്നെ മുകളില് തിടമ്പിന്റെ മുകളിൽ കയറ്റുന്നതൊക്കെ ആ വിഗ്രഹമാണ് അല്ലെ. അത് ഭയങ്കര ശക്തിമത്താണ്. ഊർജ്ജം മുഴുവൻ ആവാഹിച്ചു വെച്ചിരിക്കുന്ന അതിലാണ് അല്ലെ. മന്ത്രം ചൊല്ലി ഈ പ്രതിഷ്ഠ ഒക്കെ നടത്തുന്നതും ഒക്കെ അതിലാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലും അതുപോലത്തെ ഒരു വിഗ്രഹമുണ്ട്. അതേതാണ്? പരമാത്മാവ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ശരീരം എന്ന് പറയുന്ന ക്ഷേത്രം അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് കണക്കാക്കാം. ആ രാജ്യത്തിന് 9 ഗേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിനും തച്ചുശാസ്ത്രപരമായിട്ട് വരുവാണെങ്കിൽ 9 കവാടങ്ങള്. ആ കവാടങ്ങൾക്കുള്ളിൽ ഇരിക്കുന്ന വിഗ്രഹം, നമ്മൾ കാണുന്ന രീതിയിലുള്ള വിഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ജീവാത്മാവ് അല്ലെങ്കിൽ രാജ്യത്തിലെ രാജാവിനോട് ഉപമിക്കാം. അതിനുശേഷം അതിനെ ഉള്ളിലിരിക്കുന്ന മൂലബിംബത്തെ അല്ലെങ്കിൽ അതിനെ പരമാത്മാവ്, നമ്മുടെ ശരീരത്തിലുള്ള പരമാത്മാവിനോട് ഉപമിക്കാം, അല്ലെങ്കിൽ രാജ്യത്തെ ചക്രവർത്തിയോട് ഉപമിക്കാം. ഈ രാജ്യത്തിന്റെ എല്ലാം ഉടമയായ ഒരു രാജാവ് പല ചക്രവർത്തിമാരുടെ കീഴിലായിരിക്കാം ഉള്ളത് അല്ലെ. അപ്പം ആ രാജാവ് ഇരിക്കുന്ന പുരത്തിന്റെ അധിപനായിട്ടുള്ള ചക്രവർത്തിയാണ് പരമാത്മാവ്. അപ്പൊ ആ ഒരു നമ്മൾ കാര്യം മനസ്സിലാക്കി. അപ്പൊ ഈ കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഈ ഉടമസ്ഥനായിട്ടുള്ള ഈ ആത്മാവോ അല്ലെങ്കിൽ പരമാത്മാവോ കർമ്മങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. അവരായിട്ട് തന്നെ ഒരു കർമ്മങ്ങളും ഉണ്ടാക്കുന്നില്ല. കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുമില്ല എന്ന് ഭഗവാൻ പറയാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഈ ശരീരവും അല്ലെങ്കിൽ ആത്മാവൊക്കെയാണ് കർമ്മം ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഭഗവാൻ പറയുന്നു ഈ ശരീരമോ അതിന്റെ ഉടമയായിട്ടുള്ള ആത്മാവോ ഈ കർമ്മങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കുന്നുമില്ല. അവർ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുമില്ല. കർമ്മഫലങ്ങളും ഉണ്ടാക്കുന്നില്ല. കർമ്മങ്ങൾ ചെയ്യാതെ ഇരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാ കർമ്മഫലങ്ങൾ ഉണ്ടാകുന്നത്? കർമ്മങ്ങൾ ചെയ്താൽ മാത്രമല്ലേ ഉണ്ടാകുള്ളൂ. അപ്പൊ അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ട് കർമ്മഫലങ്ങളെ അവര് ഉണ്ടാക്കുന്നുമില്ല. പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് ഇവയ്ക്കെല്ലാം കാരണം എന്ന് ഭഗവാൻ പറയാണ്. പ്രകൃതിയിലെ ത്രിഗുണങ്ങളുമായിട്ടുള്ള അസോസിയേഷൻ മൂലമാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ്. അപ്പോൾ ഭൗതിക പ്രകൃതിയിലെ ആ ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ ശരിക്കും ഏത് ഗുണത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഈ ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി ആരായിരിക്കും? അങ്ങനെ ഒരാളുണ്ടോ? ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടോ? അല്ലെങ്കിൽ ഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ള വ്യക്തി ഉണ്ടോ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് പലതവണ. മാധവി മാതാജി, ഏതാണ് ഈ ഭൗതിക പ്രകൃതിയിലെ 3 ഗുണങ്ങൾ? ഓർമ്മയുണ്ടോ മാതാജിക്ക്? ഓർമ്മയില്ലല്ലേ? വയസ്സും പ്രായവും ഒക്കെ ആയതായിരുന്നു അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ശോഭന മാതാജിയോട് ചോദിക്കാം. മാതാജിക്ക് അത്രയൊന്നും പ്രായമായിട്ടില്ലല്ലോ. ഉണ്ട് 63 വയസ്സായിട്ടുണ്ട്. കൃഷ്ണ, അത് കുറവല്ലേ? ചെറുപ്പക്കാരിയാണല്ലോ ഇപ്പോഴും. അതെ അതെ, സത്വഗുണം, രജഗുണം, തമോ ഗുണം. ഹരിബോൾ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതാണ് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ മാതാജിക്ക് ഓർമ്മയില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അതെ അല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ചോദിക്കുന്ന സമയത്ത് അങ്ങ് വിട്ടുപോകുന്ന അല്ലേ? കുഴപ്പമില്ല, സാരമില്ല. അത്ര ശ്രദ്ധിച്ചില്ല ഞാൻ. അതാണ് എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ഞാൻ വളരെ സിമ്പിളാ, ബാക്കി എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരോടൊന്നും ചോദിക്കാന്ന്. കാര്യം ഒരു 10,000 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പിന്നെ മൂന്നും മാതാജിയോട് മാത്രം ചോദിച്ചത്. ഇത് മൂന്നും അറിയാം, പക്ഷെ പെട്ടെന്ന് പറയാൻ പറ്റിയില്ല. കുഴപ്പമില്ല. അപ്പൊ ഈ ത്രിഗുണങ്ങളാണ് ഇതെല്ലാം ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? ഈ ത്രിഗുണങ്ങളുമായിട്ടുള്ള അസോസിയേഷൻ, ഭൗതിക പ്രകൃതിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയാൻ പറ്റുമോ? ഇല്ല. ഈ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ കാരണമാണ് നമ്മൾ ജനിച്ച് വീണപ്പം തൊട്ട് നമ്മൾ ഭഗവാനെ മറന്ന് ജീവിക്കാൻ തുടങ്ങി അല്ലെ? നമ്മൾ ഈ 3 ഗുണങ്ങളും എന്താണ്? അപകടകാരികളാണെന്നാണല്ലോ നമ്മൾ പഠിച്ചത്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? 3 ഗുണങ്ങളും 3 തരത്തിലുള്ള ബന്ധനമാണെന്ന് പഠിച്ചു അല്ലെ? ഒരാള് സത്വഗുണം സ്വർണം കൊണ്ടുള്ള കയറാണ് എങ്കിൽ, രജോ ഗുണം എന്ന് പറയുന്നത് വെള്ളി കൊണ്ടുള്ള കയറാണ്, തമോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുള്ള കയറാണ്. 3 കയറും
കൊണ്ടും എന്താണ് ബന്ധനമാണ് മിച്ചം. ഇവിടെ തന്നെ ബന്ധിച്ച് ഇടുന്നു അല്ലെ. അപ്പൊ നമ്മള് ബ്രാഹ്മണന്റെ ഗുണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും എന്താണ് നമ്മൾക്ക് അഹങ്കാരം വരും അല്ലെ. വിദ്യയും നോളജും ഒക്കെയുള്ള അഹങ്കാരം വരും അല്ലെ. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രജോ ഗുണമായി. അപ്പൊ അതും എന്താണ് ഇവിടെ ബന്ധനത്തിനിടയാക്കും. പിന്നെ എന്താണ് നമ്മള് ആർക്കോ എവിടെയൊക്കെ പോയി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ആർക്കും എന്തും ചെയ്തു കൊടുക്കുന്ന ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് തമോ ഗുണമായി അല്ലെ. എന്താണ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്നും യാതൊരു ഊഹവും ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികള് അതെല്ലാം തന്നെ രജോ ഗുണവുമായിട്ട് സംയുക്തമാണ്. അപ്പൊ ഇത് ഏത് ചെയ്തു കഴിഞ്ഞാലും എന്താണ് നമ്മളെ ഇവിടെ ബന്ധനത്തിൽ ആക്കുകയേ ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇത് ഞാൻ ഒരൊറ്റ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ ഈ ഗുണത്തിന് പല ഇതുണ്ട്. ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലുണ്ട്, ഏതു ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിലുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലെ ഈ 3 ഗുണങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഈ ഭൗതിക പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങളാണെന്ന് കണ്ടു. ഈ 3 ഗുണങ്ങൾ കാരണമാണ് നമ്മളെ ഈ പറയുന്ന ഈ കഷ്ടത്തിലേക്ക്. അപ്പൊ ഈ 3 ഗുണങ്ങളും ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്, ഈ 3 ഗുണങ്ങളും നിന്നും ഉപരിയാകാനായിട്ട് എന്താണ് മാർഗം, ഇതിന് പുറത്തു വരാനായിട്ട് എന്താണ് മാർഗം ബന്ധനത്തിൽ നിന്ന്? അതായിരുന്നല്ലേ ചോദ്യം. ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടോ ഈ ഗുണത്തിൽ നിന്ന് 3 ഗുണത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള വ്യക്തികൾ ഉണ്ടോ എന്നുമായിരുന്നു ചോദ്യം. ആർക്കാ ഉത്തരം പറയാൻ പറ്റുന്നത്? വ്യക്തികളായിട്ടാണോ പ്രഭു ചോദിക്കുന്നത്, അതോ ഭഗവാനെ കുറിച്ചല്ലേ പറയുന്നത്? ഞാൻ ഭഗവാനെ കുറിച്ചാ പറഞ്ഞു. അത് ഭഗവാൻ എന്താണ്, ഭഗവാൻ ഒരു പേരുണ്ട് ഈ 3 ഗുണങ്ങൾക്കും ഉപരിയായിട്ടുള്ളതായതുകൊണ്ട്. ഗുണങ്ങൾ ബാധിക്കാത്ത ആളായതുകൊണ്ട് ഭഗവാനെ ഒരു പേര് വിളിക്കുന്നുണ്ട്. എന്താണ്? നിർഗുണൻ. നിർഗുണൻ. നമ്മൾ മലയാളത്തിൽ പറയുന്ന നിർഗുണനല്ല. ഒരു മണോ ഗുണോ ഇല്ലാത്തവൻ എന്ന് പറയും, നമ്മൾ കളിയാക്കി പറയുന്നത് നിർഗുണനാന്ന് പറയുന്നത്. ആ നിർഗുണനല്ല. ഈ ഗുണങ്ങൾക്കും ഉപരിയായിട്ടുള്ള ആളാണ് സംസ്കൃതത്തിൽ നിർഗുണൻ എന്ന് പറയുന്നത്. ഭഗവാനാണ്. ഈ ഗുണങ്ങളൊന്നും തന്നെ ഭഗവാനെ ബാധിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് ഉപരിയാണ്. അപ്പൊ നമ്മള് എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയുടെ ഈ 3 ബന്ധനങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുന്നത്? ആർക്കാ പറയാൻ പറ്റുന്നത്? ഇന്ദ്രിയ നിയന്ത്രണം, നാമജപം കൊണ്ട് നമ്മളുടെ ഡിവോഷണൽ സർവീസ് ചെയ്യുക അല്ലെ. കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുക, ഭഗവത് സേവ ചെയ്യുക. പിന്നെന്താണ്, ഈ 3 ഗുണങ്ങൾക്കും ഉപരിയായിട്ട് വരാനായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ ഈ 3 ഗുണങ്ങളും നമ്മളെ ബന്ധിക്കുകയുള്ളൂ. ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുക. ഇതാണ് ഈ ത്രിഗുണങ്ങളിൽ നിന്ന് പുറത്തു വരാനായിട്ടുള്ള ഒരേ ഉപാധി. ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യുക, ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുക, ഫലകാംക്ഷ ഇല്ലാത്ത കർമ്മം ചെയ്യുക. അതാണ് ഈ ഗുണങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള കാര്യം. ഇപ്പൊ ഭൗതിക പ്രകൃതിയിലെ നമുക്കറിയാം ഭഗവാന് ഒരുപാട് തരം എനർജികളുണ്ട്. എന്തൊക്കെയാണ് എനർജികൾ? ഒരുപാടുണ്ട്, അസംഖ്യമുണ്ട്. പ്രധാനമായിട്ടും 3 ശക്തികളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ് ആ ശക്തികള്? അന്തരംഗ ആരാ ശക്തി, രംഗശക്തി, തടസ്സശക്തി. അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്സ ശക്തി. അപ്പൊ അന്തരംഗ ശക്തിയുടെ അധിപതി ആരാണ്? രാധാറാണി. രാധാറാണി അല്ലെ. യോഗമായ ശക്തിയാണ് അല്ലെ അന്തരംഗ ശക്തി. അതായത് ഭഗവാന് അഭക്തന്മാരിൽ അടുക്കൽ നിന്നും ഭഗവാനെ മറച്ച് പിടിക്കുന്ന കർട്ടനാണ് ഈ പറയുന്ന അന്തരംഗ ശക്തി അല്ലെങ്കിൽ ആഹ്ലാദിനി ശക്തി. യോഗമായ എന്നൊക്കെ പറയുന്നത് ഭഗവാന്റെ അന്തരംഗ ശക്തി. എന്നാൽ അതുപോലെ തന്നെ അതിന്റെ തലകീഴായിട്ടുള്ള അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അതാരാണ്? ബഹിരംഗ ബഹിരംഗ ശക്തി, ശക്തി അല്ലെങ്കിൽ ദേവി. മഹാമായ അല്ലെങ്കിൽ ദുർഗാദേവിയാണ് അതിന്റെ അധിപതിയായിട്ടുള്ള ദേവത. ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളൊക്കെ ആരുടെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്? ഈ പറയുന്ന ദുർഗാദേവിയുടെ അധീനതയിലാണ്. ദുർഗാദേവി നമുക്ക് എറിഞ്ഞു തരുന്ന 3 കയറുകളാണ് ഈ പറയുന്ന ഈ ത്രിഗുണങ്ങൾ എന്ന് പറയുന്ന സത്വരജസ് തമോ ഗുണങ്ങൾ. ദുർഗാദേവിയുടെ കൈകളിൽ ഇരിക്കുന്ന ഈ 3 കയറാണ് നമ്മളെ ബന്ധനസ്ഥരാക്കി ഇവിടെ ഇട്ടിരിക്കുന്നത് അല്ലെ. ആ ഒരു എന്താണ്, ആ ഒരു കടിഞ്ഞാണിന് പുറത്ത് ആണ് നമ്മൾ കിടന്ന് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ദുർഗാദേവി നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ഈ ചരടിൽ നിന്ന് നമുക്കൊരു മോചനമില്ല. അപ്പം ആ മോചനം നേടാനുള്ള മാർഗത്തെ പറ്റിയാണ് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ബ്രാഹ്മണർക്ക് പോലും ബന്ധനസ്ഥരാണെന്ന് നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ.
ബ്രാഹ്മണര് പോലും സത്വഗുണത്തിലായിരുന്നാൽ പോലും അറ്റ്ലീസ്റ്റ് സത്വഗുണത്തിലെങ്കിലും വരാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ വൈഷ്ണവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വഗുണത്തിലും ഉപരിയാണ്, എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ. വൈഷ്ണവർ എന്ന് പറഞ്ഞ കൂട്ടര് സത്വഗുണത്തിലും ഉപരിയാണ്, അവര് ശുദ്ധ സ്വാത്വിക് മൂഡിലായിരിക്കും. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ 3 ഗുണങ്ങളിൽ നിന്ന് പുറത്തു വരാതെ നമുക്ക് ഭഗവാന്റെ അടുക്കലേക്ക് ഒരിക്കലും പോകാൻ കാര്യമില്ല. ഇത് വീണ്ടും 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 കെട്ടി 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 ഇവിടെ ഇടുകയേ ഉള്ളൂ ഈ ഭൗതിക പ്രകൃതിയില്. അപ്പം ഈ നമ്മുടെ ഈ ജീവാത്മാക്കൾ ഏത് ശക്തിയാണ് ഭഗവാന്റെ? തടസ്സ ശക്തി. തടസ്സ ശക്തി അല്ലെങ്കിൽ മാർജിനൽ പൊട്ടൻസി എന്ന് പറയും. മാർജിനൽ പൊട്ടൻസി ഭഗവാന്റെ തടസ്സ ശക്തി. അപ്പൊ ഈ തടസ്സ ശക്തി എന്താണ്? രണ്ടിന്റെയും കൂടി ഇടയിലാണ് അല്ലെ. ഭഗവാന്റെ എന്താണ്? പരാപ്രകൃതിക്കും അപരാപ്രകൃതിക്കും ഇടയിലാണ്. പരാപ്രകൃതി ആരാണ്? രാധാറാണിയും അപരാപ്രകൃതി ദുർഗാദേവിയുമാണ് അല്ലെ. ഇവർ രണ്ടുപേരുടെ ഇടയ്ക്കാണ് ഈ തടസ്സ ശക്തിയായി ജീവാത്മാവ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ജീവാത്മാവിനൊരു സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണല്ലോ, ചെറിയ സ്വാതന്ത്ര്യം അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഭഗവാന്റെ പരാപ്രകൃതിയിലേക്ക് പോകാം, അല്ലെങ്കിൽ എപ്പോഴും അപരാപ്രകൃതിയിൽ തന്നെ ജീവിക്കാം. നമുക്കൊരു മതിലിന് മുകളിൽ ഇരിക്കുന്ന ഒരു വസ്തു, ഒരു കയ്യാലയുടെ മുകളിൽ ഇരിക്കുന്ന തേങ്ങ വേണമെങ്കിൽ അപ്പുറത്തോട്ടും പോവാം ഇപ്പുറത്തേക്കും പോവാം അല്ലെ എന്നുള്ള ആ ലെവലിൽ ഇരിക്കുക. അപ്പൊ നമ്മൾ ജീവാത്മാക്കൾക്ക് തീരുമാനിക്കാം നമ്മള് ഈ പറയുന്ന ഈ മഹാമായയുടെ ആ ബന്ധനത്തിൽ തന്നെ ഇവിടെ കിടക്കുന്നുവോ, അതുപോലെ ഈ കയറുകളെല്ലാം പൊട്ടിച്ച് നമുക്ക് നമ്മുടെ സ്വന്തം അമ്മയായിട്ടുള്ള രാധാറാണിയുടെ അല്ലെങ്കിൽ പരാപ്രകൃതിയുടെ അടുത്തേക്ക് നമുക്ക് പോകണോ എന്നുള്ള സ്വാതന്ത്ര്യം, നമുക്കൊരു ചെറിയ സ്വാതന്ത്ര്യം തന്നപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു? നമ്മളിത് ഭയങ്കര വലിയ ഈ സ്വാതന്ത്ര്യമായിട്ട് എൻജോയ് ചെയ്തു അല്ലെ. സ്വാതന്ത്ര്യം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് നമ്മള് അതിനെ കണക്കാക്കി അല്ലെ. ചെറിയ സ്വാതന്ത്ര്യമാണ് നമുക്ക് തന്നെ, വളരെ ചെറിയ സമയമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മളിപ്പം വിചാരിച്ചു നമുക്ക് 365 ദിവസം ഇൻറ്റു 100 years എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. അത്രയും ആയുസ്സുണ്ട്, അതൊരു വലിയ കാലയളവാണ്. അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തും ആരെയും, പ്രധാനമന്ത്രിയെ വരെ നമുക്ക് പച്ചത്തെറി ഇരുന്ന് പറയാം. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ പോലും അത്രയ്ക്ക് സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുകയാണ്. ഇതെല്ലാം ഭയങ്കര സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മൾ വിചാരിച്ചു എങ്കിലും ഈ പറയുന്ന അതൊന്നും തന്നെ സ്വാതന്ത്ര്യമല്ല. നമ്മൾ ഓൾറെഡി ആരുടെ ബന്ധനത്തിലാണ് ഇരിക്കുന്നത്? ഭൗതിക പ്രകൃതിയുടെ ആ ദുർഗാദേവി നമ്മളെ ഈ കയറിട്ട് വരിഞ്ഞ് മുറുക്കി ഇങ്ങനെ ബന്ധിച്ച് ഇവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം നമ്മളെല്ലാവരും തന്നെ മറന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന എൻജോയ്മെന്റ്. എല്ലാവരും പറഞ്ഞു എനിക്ക് എൻജോയ്മെന്റ്, സന്തോഷം അന്വേഷിച്ച് പോവുക, എൻജോയ് ചെയ്യുക, അടിച്ച് പൊളിക്കുക, അവിടെ പോവുക ഇവിടെ പോവുക, ആ ഒരു രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. വളരെ കുറച്ച് സമയമുള്ളെങ്കിൽ എന്താണ് അടിച്ച് പൊളിച്ച് നമ്മുടെ ജീവിതം എൻജോയ് ചെയ്ത് പോവാം. അപ്പൊ അതിന് ഒരു കുഴപ്പമില്ല, യാതൊരു രീതിയിൽ യാതൊരു കുഴപ്പമില്ല, എൻജോയ് ചെയ്തോട്ടെ. പക്ഷെ നമ്മൾ വന്ന വഴി മറക്കരുത്. നമ്മൾ ഭഗവാനെ മറന്ന് ജീവിക്കരുത്. എൻജോയ്മെന്റ് ആകാം, പക്ഷെ ഭഗവാനെ മറന്ന് ജീവിക്കരുത്. വീണ്ടും ആ എൻജോയ്മെന്റ് നമ്മളെ എന്താണ് ബന്ധനത്തിലേക്ക് ആക്കി ഇടും. അതുപോലെ തന്നെ ഒരു മാതാജി കഴിഞ്ഞ ദിവസം ഒരു കൃഷ്ണാനുഭവം വന്നു. മാതാജിക്ക് ശനിദശ, മാതാജി എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടാണ്. മാതാജിക്ക് ശനിദശ അതികഠിനമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഗ്രഹങ്ങളെല്ലാം അറിയാമല്ലോ, മോശമായിട്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അത്ര മോശമാണ്. ചിലർക്ക് വാർദ്ധക്യകാലത്താണ്. അപ്പൊ എന്ത് ചെയ്യും? മക്കളെല്ലാം ഉപേക്ഷിക്കും, ആരും നോക്കാൻ കാണില്ല, ഭക്ഷണം എടുത്തു തരാനോ നോക്കാനോ ഒന്നും ഒരു മനുഷ്യരും കാണത്തില്ല. ചിലർക്ക് വാർദ്ധക്യകാലം ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും? ചിലരുടെ എന്താണ് വാശിയും വൈരാഗ്യം കൂടും. അവര് ഭക്ഷണം കഴിക്കത്തില്ല, ആൾക്കാരെ നോക്കാൻ വരുന്നുണ്ട്, അവരെ വെറുപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ വരുന്നു. ചിലര് എന്ത് ചെയ്യും? ഗുരുവായൂരെല്ലാം കൊണ്ടുപോയി നട തള്ളി വിടും, ചില പേരൻസിനെയൊക്കെ കൊണ്ടുപോയി. ചിലര് അങ്ങനെയെല്ലാം ഓരോ രീതിയിലാണ് നമ്മൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ കാണുന്നത് അല്ലെ. അപ്പൊ ഈ മാതാജി എന്ത് ചെയ്തു? മാതാജി ആകെ ക്ലാസ്സിലൊന്നും കയറുന്നില്ലെങ്കിൽ അവരാകെ ചെയ്യുന്നത് ഭഗവാന്റെ നാമം എപ്പോഴും ജപിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും? ആ ഒരു ചുരിദാറിന്റെ പോക്കറ്റിലാണെങ്കിലും എന്ത് ചെയ്യും? ജപമാല വെച്ചിട്ട് നാമം ജപിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ ആ നാമം ജപിക്കുന്ന ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് എന്താ ചിലപ്പോൾ മാസ്ക് ഇടുകയും ചെയ്യും. അങ്ങനെ ആ മാതാജി നാമം ജപിച്ചുകൊണ്ട് മകന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് ഇങ്ങനെ പോന്നുകൊണ്ടിരുന്ന സമയത്ത് എതിർവശത്തെ ഒരു 2 വണ്ടികൾ കൂട്ടിയിടിക്കാൻ ഒരുങ്ങി
അതിലെ ഒരു വണ്ടി അപകടകരമാകുന്ന വേഗതയിൽ ഇവരുടെ സ്കൂട്ടറിനെ ഇടിക്കാനായിട്ട്, അതായത് മാതാജി ഇരിക്കുന്ന പുറകിലാണല്ലോ, ഇരിക്കാനായിട്ട് അപകടകരമായ അവസ്ഥയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരത് കാണുകയും ഇവര് ഭഗവാനെ എന്ന് വിളിക്കുകയും അതിന്റെ ഇടയ്ക്ക് ഒരു മായ സംഭവിച്ച പോലെ തന്നെ ആ ഇടിക്കാൻ വന്ന സ്കൂട്ടർ ഒരു 1 മില്ലി വ്യത്യാസത്തില് അത് മാറി വേറൊരു സ്ഥലത്ത് നിന്ന് തലയും കുത്തി വീണു അതിലിരുന്ന ആള്. ഇവര് ചെറുതായിട്ടൊന്ന് ബാലൻസ് തെറ്റി വണ്ടി മറിഞ്ഞു പോയില്ല, പക്ഷെ മാതാജി വണ്ടിയിൽ നിന്ന് താഴെ പോയി. പക്ഷെ കുറച്ചു കഴിഞ്ഞ് ഇവര് ഈ ബോധമെല്ലാം ഉണ്ടായിരുന്ന കാര്യം അപ്പോഴും ഈ ജപമാല ഈ കൈകളിൽ നിന്നും വിട്ടിട്ടില്ല, ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാന്റെ നാമം. സ്കൂട്ടറിന്റെ പുറകിലാണല്ലോ ഇരുന്നത്. അല്ലെങ്കിൽ എന്താണ് അതിഭയങ്കരമായിട്ടുള്ള ഈ സ്കൂട്ടറിന്റെ മറ്റേ ഒന്ന് ഇടിക്കുവാണെങ്കിൽ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയുടെ ഒക്കെ അടിയിൽ തല ചെന്ന് കയറ്റി കൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന അതിൽ നിന്നാണ് വളരെ ചെറിയ രീതിയിലായിട്ട് കാര്യങ്ങൾ പോയത്. ഈ ജപിച്ചുകൊണ്ടിരുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ടായി. ആ ഇടിച്ച വ്യക്തിക്കും എന്താണ് കാര്യമായ പരിക്കുകളൊന്നും പറ്റില്ല, ചെറിയ രീതിയിൽ തൊലിയൊക്കെ പോയതേ ഉള്ളൂ. തല ഇടിച്ച് വീഴേണ്ട കേസ് കിട്ടുകയാണ് ആ ഒരു വ്യക്തി, ആ ഇടിച്ച ഒരു പയ്യൻ എന്താണ് എന്നേക്കുമായിട്ട് ഇതിൽ കോമായിൽ പോകൊണ്ടാണ് തല ഇടിച്ചാ വീഴുന്നെങ്കിൽ. അപ്പൊ ആ ഒരു സംഭവം ഉണ്ടായില്ല. ഇവരെ ഇടിക്കാൻ വന്ന ആളെയും പ്രൊട്ടക്ട് ചെയ്തു. കാര്യം ഭഗവാന്റെ നാമവും ജപസഞ്ചിയുമായിട്ട് ആ ഒരു നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇവർ പോരുമ്പോഴെല്ലാം എന്തോ അപകടം എന്നിൽ പതിയിരിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത്. കാര്യം നമുക്കറിയാം, നമുക്ക് ഭഗവാനുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപകടം വരുന്നത് നമുക്ക് മണത്തറിയാൻ സാധിക്കും. നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ പറയും, എന്തോ അപകടം വരാനിരിക്കൊണ്ട് ശ്രദ്ധിക്കുക. ആ ശ്രദ്ധിക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുപാട് ശ്രദ്ധിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്താണ് ഭഗവാനിലേക്ക് ശ്രദ്ധ കൊടുക്കണം, വിശ്വാസം കൊടുക്കണം, അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഭഗവാൻ ആ സമയത്ത് എന്താണ് കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തിലാക്കി മാറ്റുമെന്നുള്ളത് ഉണ്ട്. ആ കൃഷ്ണാനുഭവം ഷെയർ ചെയ്തു. ഞാൻ ഇന്നലെ അത് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു പുരുഷോത്തമ മാസം ശരിക്കും ആചരിക്ക്, ഈ 30 ദിവസമൊക്കെ വ്രതമൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ആണ് നമ്മൾ ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഈ മായ നമ്മളെ ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമെങ്കിലും നമ്മൾ ഭഗവാനിൽ ഉറച്ചു വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ മായ ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ്. ഉപദ്രവിക്കാനായിട്ട് വന്നാലും ആ യോഗമായയുടെ ആ ഒരു ശീതളമായ കരങ്ങള് നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. യോഗമായ നമ്മളുടെയൊക്കെ സ്വന്തം അമ്മയാണ്. രാധാറാണി ഭഗവാന്റെ ആഹ്ലാദിനി ശക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും മക്കൾക്ക് ഒരു തരത്തിലുള്ള ഒരു ഉപദ്രവവും ഉണ്ടാകാതിരിക്കാനായിട്ട് അത്ര മോശം സമയമാണെങ്കിൽ കൂടിയും നമുക്ക് പ്രൊട്ടക്ഷൻ തരും എന്നുള്ളതാണ് അതിൽ നമുക്ക് ദൃഷ്ടാന്തത്തിൽ കാണാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് നമ്മള് കണ്ടു. അപ്പൊ ഇതിനെല്ലാം കാരണക്കാര് ഈ പറയുന്ന ഈ നമ്മളുടെ ജീവാത്മാക്കളുടെ ആ ഒരു ഈ ക്ലേശങ്ങളിലും ഒക്കെ കാരണം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണെന്ന് കണ്ടു. അപ്പം നമ്മളുടെ ഈ ഉടമസ്ഥാവകാശമാണ് അതിന് വേറൊരു കാര്യം. നമ്മൾ ഈ ശരീരത്തിൽ അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോൾ നമ്മളാണ് ഇതിന്റെ ഉടമ എന്ന് നമ്മൾ വിചാരിക്കുന്നു. പ്രൊപ്പറേറ്റർഷിപ്പ്. ഈ പ്രൊപ്പറേറ്റർഷിപ്പ് വെടിഞ്ഞു കഴിഞ്ഞാൽ മാത്രം നമ്മളെ ഇന്ന കുടുംബത്തിൽ ജനിച്ചു, നമ്മൾ ഇന്ന ആളുടെ മകനാണ്, ഇന്ന ജാതിയിൽ പിറന്നു, ഇന്ന കുലത്തിൽ പിറന്നു, അതുപോലെ ഇന്ന ജോലിയിലാണ് ഞാൻ വഹിക്കുന്നത്, എനിക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഞാന് എന്താണ് പറയുന്നത്, ഞാന് ഇവരുടെ ഭർത്താവ്, അപ്പൊ ഇവരെ ഞാൻ അടിമയായിട്ട് വെക്കുക, ഇതെന്റെ മക്കൾ, അവരെല്ലാരും എന്റെ നിയന്ത്രണത്തിൽ എന്റെ അടിമയായിട്ട് കഴിയുക, ഇങ്ങനെയൊക്കെയുള്ള ആ പ്രൊപ്പറേറ്റർഷിപ്പ്, ആ അധികാര ലാഞ്ചന, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതൊക്കെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഓരോ ഗുണങ്ങളുടെ സവിശേഷതകൾ, ഗുണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങളാണ്, അല്ലെ? ഈ പ്രൊപ്പറേറ്റർഷിപ്പ് ഒക്കെ വരുന്നത് നമ്മളുടെ ഈ രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, അല്ലെ? രജോ ഗുണ സംയുക്തമായിട്ടുണ്ടാകുന്നതാണ് ഇത്. ഈ ഗുണങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ അത് വീണ്ടും വീണ്ടും ഇവിടെ ഉടക്കി ഇടുന്നത്. ഇനി 15-ാമത്തെ ശ്ലോകം. നാദത്തേ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. നാദത്തേ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ.
അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ നാദത്തേ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭു അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ആദത്തെ കസ്യചിത് പാപം ന ചൈന സുഹൃതം വിഭു അജ്ഞാനേനാവൃത ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭു അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. നാദത്തെ കസ്യചിൻ പാപം ന ചൈവ സുഹൃതം വിഭുഃ അജ്ഞാനേനാമൃതം ജ്ഞാനം തേന മുഹന്തി ജന്തവഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അതിന്റെ അർത്ഥം വായിക്കുന്നത് കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. വാക്കർത്ഥമാണോ പ്രഭു അതോ ഭാവാർത്ഥം? അല്ല, ഞാൻ അതിന്റെ ഇത് കഴിഞ്ഞില്ലല്ലോ. ഓക്കെ. ശ്രീലപ്രഭാതയുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീലപ്രഭാത്. വിഭുഹു പരമപുരുഷൻ കസ്യജിത് ഒരാളുടെയും പാപത്തെ ന ആദ്യത്തെ സ്വീകരിക്കുന്നില്ല. സുകൃതം ഏവച്ച സുകൃതത്തെ തന്നെയും ന ആദത്തെ സ്വീകരിക്കുന്നില്ല. അജ്ഞാനേന അജ്ഞാനത്താൽ ജ്ഞാനം ആവൃതമായിരിക്കുന്നു. തേന അതുകൊണ്ട് ജന്തവ ജീവഗണങ്ങൾ മുഹ്യന്തി മോഹിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം. ദിവ്യഗിരി ശേഷി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. സർവേശ്വരൻ ആരുടെയും പുണ്യഭാവങ്ങളെ സ്വീകരിക്കുന്നില്ല. യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കാരണമാണ് ജീവജാലങ്ങൾ വ്യാമോഹിതരാകുന്നത്. അതിന്റെ ഭാവാർത്ഥം വായിച്ച കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥം. ജ്ഞാനം, ഐശ്വര്യം, ബലം, കീർത്തി, സൗന്ദര്യം, വൈരാഗ്യം എന്നിവ തികഞ്ഞ സർവൈശ്വരനെയാണ് വിഭു എന്ന സംസ്കൃത പദം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം സദാ ആത്മാരാമനാണ്. പുണ്യപാപ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നതേയില്ല. ഒരു ജീവനെ അത് ഒരു പ്രത്യേക ചുറ്റുപാടിലെത്തിക്കുന്നില്ല. അജ്ഞാനമോഹിതനായ ജീവൻ അത്തരം അവസ്ഥകളിൽ പെടാതെ ആഗ്രഹിക്കുകയാണ്. അതോടെ കർമ്മങ്ങളുടെ ശൃംഖല നീണ്ടു തുടങ്ങുന്നു. ഉത്തമ പ്രകൃതി എന്ന നിലയിൽ ജീവാത്മാവ് ജ്ഞാനസമ്പൂർണനാണ്. പരിമിതമായ കഴിവ് കാരണം അവനെ എപ്പോഴും അജ്ഞത ആവരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഭഗവാൻ സർവശക്തനാണ്. എന്നാൽ ജീവാത്മാവ് അങ്ങനെയല്ല. ഭഗവാൻ വിഭു ആയിരിക്കുമ്പോൾ ജീവൻ വെറും അണുവാണ്. ജീവാത്മാവായതുകൊണ്ട് അവനെ സ്വതന്ത്രമായി ചിന്തിക്കാനും ആഗ്രഹിക്കാനും കഴിവുണ്ട്. അപ്രകാരമുള്ള ആഗ്രഹം കൊണ്ട് നിവൃത്തി സർവശക്തനായ ഭഗവാൻ മാത്രമേ സാധിച്ചു കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ജീവാത്മാവ് സ്വന്തം ആഗ്രഹങ്ങളാൽ പരിഭ്രാന്തരാകുമ്പോൾ ഭഗവാൻ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ അനുവാദം നൽകുന്നു. എങ്കിലും ജീവാത്മാവെ ആഗ്രഹിച്ചേക്കാവുന്ന പ്രത്യേക സാഹചര്യത്തിൽ പ്രതികർമ്മങ്ങൾക്ക് ഭഗവാൻ ഒരിക്കലും ഉത്തരവാദിയല്ല. സംഭ്രാന്ത അവസ്ഥയിൽപ്പെട്ടതുകൊണ്ട് ബദ്ധനായ ആത്മാവ് താനാണ് ഈ ശരീരം എന്ന് ധരിക്കുകയും ജീവിതത്തിലെ താൽക്കാലിക സുഖദുഃഖങ്ങൾക്ക് വിധേയനാവുകയും ചെയ്യുന്നു. സമീപത്തിരുന്നുകൊണ്ട് ഒരു പുഷ്പത്തിന്റെ മണം അറിയാൻ കഴിയുന്നത് പോലെ ജീവാത്മാവിന്റെ സന്തത സഹചാരിയായ പരമാത്മാവിന് അവന്റെ എല്ലാ അഭിലാഷങ്ങളും അറിയാൻ കഴിയും. ജീവാത്മാവിന്റെ ആഗ്രഹങ്ങൾ ഒരു സൂക്ഷ്മ രൂപത്തിലുള്ള ബന്ധനമാണ്. ഭഗവാൻ അവന്റെ ആഗ്രഹങ്ങൾ അറിയുന്നതനുസരിച്ച് നിവർത്തിച്ചു കൊടുക്കുന്നു. മനുഷ്യൻ ഇച്ഛിക്കുന്നു, ദൈവം കൽപ്പിക്കുന്നു. ജീവാത്മാവ് അതിനാൽ ആഗ്രഹ നിവൃത്തി വരുത്തുന്നതിൽ തികച്ചും ശക്തനല്ല. ഭഗവാന് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനുള്ള കഴിവുണ്ടെന്ന് മാത്രമല്ല, നിഷ്പക്ഷനായതുകൊണ്ട് അദ്ദേഹം സൂക്ഷ്മങ്ങളും സ്വതന്ത്രങ്ങളുമായ ജീവജാലങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒരിക്കലും ഇടപെടാറുമില്ല. നേരെ മറിച്ച് ഒരാൾ കൃഷ്ണനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഭഗവാൻ പ്രത്യേകം ശ്രദ്ധ വെച്ച് ഭഗവത് പ്രാപ്തിയുടെ ശാശ്വത സുഖം നേടാൻ ഉതകുന്ന വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വേദമന്ത്രങ്ങൾ ഇപ്രകാരം ഘോഷിക്കുന്നു. വാസു കർമ്മകാരയതി തം യമേഭ്യോ ലോകേഭ്യ പുണ്യനിമിഷതേ യേശ ഏവസാത് കർമ്മകാരയതി യമഥോ നിനീഷതേ. കൗശീതകി ഉപനിഷത്ത് 3:8. ഉത്കൃഷ്ട പദത്തിൽ എത്തിക്കാൻ വേണ്ടി ജീവാത്മാവിനെ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യിക്കുന്നതും നരകത്തിൽ എത്തിക്കാനായി ദുഷ്കർമ്മങ്ങൾ ചെയ്യിക്കുന്നതും ഭഗവാൻ തന്നെ. അജ്ഞോ ജന്തു
അതിശയം ആത്മനഃ സുഖദുഃഖയോ ഈശ്വരപ്രേരിതോ ഗച്ഛേൽ സ്വർഗം വ്യാസഭ്രമമേവ ച. തന്റെ സുഖത്തിലും ദുഃഖത്തിലും ജീവാത്മാവ് പൂർണ്ണമായും ആശ്രിതനാണ്. കാറ്റിൽപ്പെട്ട മേഘം പോലെ ഈശ്വരേച്ഛയ്ക്ക് അനുസരിച്ച് സ്വർഗം പോവുകയോ നരകത്തിൽ വീഴുകയോ ചെയ്യുന്നു. അതുകൊണ്ട് ശരീരസ്ഥനായ ജീവൻ കൃഷ്ണാവബോധത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള വാസന മൂലം സ്വയം വ്യാമോഹിതനാകുന്നു. സ്വഭാവേന സച്ചിദാനന്ദരൂപിയാണെങ്കിലും തന്റെ അസ്തിത്വത്തിന്റെ അല്പത്വം കാരണം തന്റെ മൂലസ്വരൂപമായ ഭഗവത് സേവനം മറന്ന് അജ്ഞാനത്തിൽ മുഴുകുന്നു. തന്റെ ബദ്ധ ജീവിതത്തിന് ഭഗവാനിൽ പഴി ചുമത്തുന്നത് ഈ അജ്ഞാനത്തിന് അവശപ്പെട്ടത് കൊണ്ട് തന്നെ. വേദാന്ത സൂത്രങ്ങൾ ഇതിനെ ദൃഢീകരിക്കുന്നു. 2:1-34 വൈഷമ്യ നൈർഘേണ സപക്ഷത്വാഹി ദർശയതി. സർവേശ്വരൻ ആരെയും ഇഷ്ടപ്പെടുകയോ വെറുക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ തോന്നുന്നുവെങ്കിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പോൾ നമ്മൾ 15ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? സർവേശ്വരൻ ആരുടെയും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നില്ല. യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കാരണമാണ് ജീവജാലങ്ങൾ വ്യാമോഹിതരാവുന്നത് എന്ന് നമ്മൾ കണ്ടു അല്ലെ. ഇതിന് സമാനമായ ഒരു ശ്ലോകമാണ് ഇന്ന് 18ാമത്തെ അധ്യായത്തിൽ ഞാൻ രാവിലത്തെ ക്ലാസ്സിൽ എടുത്തത്. അപ്പം ഭഗവാൻ ആരുടെയും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മള് ഈ വിവർത്തന ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടില് ചെന്ന് വായിച്ചൊക്കെ നോക്കണം എല്ലാവരും. ഞാനിപ്പം അതിൽ നിന്നൊരു കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് ഞാൻ പറയുന്ന കാര്യം. ഭാവാർത്ഥത്തിലിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ, അതിലുപരിയായിട്ടില്ല. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഭഗവാന്റെ പാദചാരിണിയായിട്ട് വരുന്ന ഭഗവാൻ എല്ലാവരെയും പവിത്രയാക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. ആ ഒരു ഗംഗാദേവി, ഗംഗാ നദി അല്ലെ, എവിടുന്ന ഗോലോകത്തിൽ നിന്ന് വരുന്ന, പിന്നീട് പാലാഴിയായിട്ട് വന്ന, അങ്ങനെ ബ്രഹ്മദേവന്റെ കമണ്ഡലുവിൽ നിന്ന് ഭഗീരഥനായിട്ട് പ്രയത്നിച്ച് താഴേക്ക് വിടുന്ന ഭാഗീരഥിയായിട്ടുള്ള ആ ഗംഗാ നദി എന്താണ്, ഭഗവാന്റെ പാദചാരിണിയായ ആ മഹത്വം കൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും പാപത്തെ സ്വീകരിക്കും, അതുവരെയുള്ള പാപം. എന്നാൽ ഗംഗാ നദിയിൽ കുളിച്ചിട്ട് നമ്മൾ വീണ്ടും പാപകർമ്മങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇരട്ടിയായിട്ട് നമുക്കത് തിരിച്ചു വരും. നഷ്ടപ്പെട്ടതിനേക്കാളും കൂടുതലായിട്ട് പാപങ്ങൾ നമ്മൾ തിരിച്ചു വരും, വീണ്ടും പാപകർമ്മങ്ങൾ ചെയ്യുവാണെന്നുണ്ടോ. അതാണ് അതിന്റെ പ്രത്യേകത. എന്നാൽ യമുനാ നദിയിൽ കുളിക്കുകയാണെങ്കിൽ യമുനാ നദി പുണ്യത്തെയും പാപത്തെയും സ്വീകരിക്കും. കാര്യം യമുനാദേവി ആരാണ്? ഭഗവാന്റെ സഖിയാണ്. പുണ്യത്തെയും പാപത്തെയും യമുനാ നദി സ്വീകരിക്കും. അത് എന്തുകൊണ്ടാണ്? പുണ്യത്തെ കൊടുക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമാണോ? നിങ്ങൾ ചെയ്ത പുണ്യത്തെ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ എത്ര പുണ്യം ചെയ്തു, അത് എത്ര എണ്ണം നിങ്ങൾ കൊടുക്കും, എത്ര എണ്ണം നിങ്ങൾ സ്വന്തമായിട്ട് വെച്ചേക്കും? നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നത്? മാധവിരാധി മാതാജി ഒളിച്ചു പോയോ? വീഡിയോ ഓഫ് ചെയ്തിട്ട്? ഉണ്ട്. അതെ. അപ്പൊ ഞാൻ ചെയ്തതൊക്കെ അത് എന്റെ അടുക്കൽ ഇരിക്കട്ടെ, ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. ഇതായിരിക്കും ഭൂരിഭാഗം പേരുടെയും ഉത്തരല്ലേ. ഞാൻ ഒരുപാട് നാള് എന്താണ് ഭഗവാന് സേവയൊക്കെ ചെയ്തു, ഒരുപാട് പുണ്യങ്ങളൊക്കെ ചെയ്തു, ഇതൊക്കെ എന്റെ കസ്റ്റഡിയിൽ മാത്രം ഇരുന്നാൽ മതി അല്ലെ, അവിടെ ഇരിക്കട്ടെ. എന്താണ്, പോകാൻ നേരത്ത് ഭഗവാൻ ഇതെല്ലാം കണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ എന്താണ്, ഈ പുണ്യത്തിന്റെ ഫലം അനുഭവിക്കാനായിട്ട് നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരത്തില്ലേ? ഈ പുണ്യങ്ങളൊക്കെ ഭഗവാൻ വെറുതെ ഒന്നും തരില്ലല്ലോ. ഈ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ ആ പുണ്യത്തിന്റെ നല്ല ഫലം അനുഭവിക്കാനായിട്ട് നല്ലൊരു വീട്ടിൽ വീണ്ടും ജനിക്കേണ്ടി വരും. ചിലപ്പം വലിയൊരു പണക്കാരന്റെ വീട്ടിലായിരിക്കും. അവിടെ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, വീണ്ടും ഈ ത്രിഗുണങ്ങൾ നമ്മളെ കയറി പിടിക്കും. ത്രിഗുണങ്ങൾ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അഹങ്കാരികളാവും അല്ലെ, ദൂർത്തടിക്കാൻ തുടങ്ങും. അപ്പൊ വീണ്ടും നമ്മൾ എന്താണ്, താഴേക്കിടയിലേക്ക് കൂപ്പുകുത്തും, വീണ്ടും മൃഗയോനിയിലേക്ക് ജനിക്കേണ്ടി വരും. അതാണ് ഈ പുണ്യത്തിന്റെ ഒരു അപകടം. അപ്പൊ യമുനാ നദിയിൽ കുളിച്ചു കഴിഞ്ഞാൽ ഈ പുണ്യത്തെയും പാപത്തെയും ഒരുപോലെ എടുക്കും അല്ലെ. പുണ്യത്തെയും പാപത്തെയും എടുത്തു കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പോകാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ചിലപ്പോൾ ഇന്ദ്രലോകത്തൊക്കെ പോയി ഇതുപോലെ തന്നെ ഹൂറികളും സരസുകളും എന്താണ് അവരൊക്കെ ആയിട്ട് നടക്കാം. മദ്യപ്പുഴയും അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിൽ ഒരു പക്ഷെ നടക്കാനായിട്ട് സാധിച്ചേക്കാം. ഈ നമ്മുടെ പുണ്യപ്രവൃത്തികളുടെ ആധിക്യം കൊണ്ട് നമ്മൾ ഒരുപാട് ദാനം ചെയ്തു, അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ട്. അപ്പം
നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഭഗവാൻ നമ്മളുടെ പുണ്യങ്ങളെ പാപങ്ങളെ ഒന്നും അല്ല ഭഗവാൻ സ്വീകരിക്കുന്നത്. ഭഗവാൻ അതൊന്നും വേണ്ടല്ലേ. ഭഗവാൻ എന്താണ് വേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതേ എന്ന് പറയുന്നത്. പത്രമോ പുഷ്പമോ ഫലമോ തോയമോ എന്ത് നിങ്ങൾ ഭക്തിയോടുകൂടി എനിക്ക് നിവേദിച്ച് ഞാൻ അത് സ്വീകരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഭഗവാൻ നമ്മളുടെ എന്താണ് പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്തസദൈവ ഹൃദയേഷു വിലോകയന്തി ലം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാതി പുരുഷൻ തമം ഭജാമി. പ്രേമമാകുന്ന അഞ്ജനത്താൽ എഴുതിയ എന്താണ് ആ ഒരു ഹൃദയം മാത്രം മതി. ആ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ നോക്കുക. പ്രേമാഞ്ജന ചുരിത പ്രേമമാകുന്ന അഞ്ജനത്താൽ ഭഗവാനെ നോക്കിക്കാണുക, ഭഗവാനെ മനസ്സിലാക്കുക, കൃഷ്ണഭാവനാമൃതത്തിൽ ജീവിക്കുക. ഇത് മാത്രമാണ് ഭഗവാന് ഇഷ്ടം അല്ലെ. മറ്റുള്ള ഒരു കാര്യങ്ങളും ഭഗവാന് താല്പര്യമില്ല. അപ്പൊ ഈ പുണ്യപാപങ്ങളെ ഒന്നും തന്നെ ഭഗവാൻ സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടു. ഭഗവാന് എന്താണ് പ്രേമമാകുന്ന അഞ്ജനം എഴുതി ഭഗവാനെ വിളിച്ചാൽ അല്ലെങ്കിൽ നോക്കിയാൽ ഭഗവാൻ തീർച്ചയായിട്ടും ഭഗവാൻ ദൃശ്യനാകുന്നതാണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഭഗവാനെ കാണാൻ പറ്റാത്തതിന്റെ കാര്യം എന്താണ്? ഒരു പുക മൂടിയിരിക്കുന്നു. പുക മൂടിയിരിക്കുന്ന പുകയെ നമുക്ക് അജ്ഞാനമായിട്ട് കാണാം അല്ലെ. തീ ഉള്ളിടത്തെ എന്തുകൊണ്ട് പുകയുണ്ടാവുള്ളൂ അല്ലെ. പുകയുള്ളിടത്തെ തീ ഇല്ലാത്തടത്ത് പുക ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. തീയാണ് ഈ പുകയുടെ കാരണം തന്നെ അല്ലെ. എന്നാൽ തീയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തീ കുറച്ച് കെട്ട് കഴിഞ്ഞാൽ അവിടെ പുക ആധിക്യം, പുക മൂടിയിരിക്കും അല്ലെ. അതിന്റെ ഉള്ളിൽ ഒരു തീ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം അല്ലെ. ഈ പുകയാണ് അജ്ഞാനം. ഈ അജ്ഞാനമാകുന്ന പുക, ഇന്നതായിരുന്നു ശ്ലോകം. ഈ അജ്ഞാനമാകുന്ന ഈ പുകയെ ജ്ഞാനമാകുന്ന ആ ഒരു തീ കൊണ്ട് എന്താണ് ഇല്ലാതെയാക്കുന്ന അവസ്ഥ, അതാണ് ആ കൃഷ്ണാവബോധം. ഈ അജ്ഞാനമാകുന്ന പുക, ഈ പുക കൊണ്ടിങ്ങനെ മൂടിയിരിക്കുക, നമുക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നമുക്ക് ചുറ്റോട് ചുറ്റും എന്താ നടക്കുന്നതെന്ന് ഈ പുകമറ കാരണം മനസ്സിലാകുന്നില്ല. അവിടെ കൃഷ്ണാവബോധമാകുന്ന തീ ജ്വലിച്ചു കഴിയുമ്പോഴത്തേന് എന്താണ് സംഭവിക്കുന്നത്? ഈ പുകയെല്ലാം മാറി ക്ലിയർ ആയി എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. മുമ്പിൽ നടക്കാൻ പോകുന്നത് എന്താണ്, ഇനി വരാൻ പോകുന്നത് എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം വഴി അങ്ങ് തെളിഞ്ഞ് മുന്നിലേക്ക് വന്ന് ഇരിക്കും. അതോടുകൂടിയേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ ഈ പുക മറഞ്ഞു നിൽക്കുകയാണ് അല്ലെ, നമുക്ക് മനസ്സിലാക്കാണ്ട് പറ്റുന്നില്ല. ഇപ്പം ഈ അജ്ഞാന തിമിരാന്തസ്യ, അജ്ഞാനം ആകുന്ന തിമിരം കൊണ്ട് നമ്മുടെ കണ്ണ് കെട്ടിയിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അറിയാതെ വരുന്നതാണ് നമ്മളുടെ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണമായിട്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ജീവജാലങ്ങൾ വ്യാമോഹിതരാകുന്ന അങ്ങനെയാണ്. വെറുതെ മോഹമാണ്. വ്യാമോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെയുള്ള മോഹം. നമ്മള് എന്തൊക്കെയോ കൂടുതൽ ആഗ്രഹിക്കുന്നു അല്ലെ. നമ്മൾ എന്തിനാണ് വെറുതെ വ്യാമോഹിക്കുന്നത്? നമ്മൾ ഒരുപാട് ചിന്തകളും വിചാരങ്ങളും ആണല്ലോ അല്ലെ. നമ്മള് ഓരോ പ്ലാനിങ് ഉണ്ട്. നമ്മൾ ഇത്ര വയസ്സിൽ എന്ത് ചെയ്യും, ഇത്ര വയസ്സിൽ ജോലി, ഇത്ര വയസ്സിൽ വിവാഹം, അത് കഴിഞ്ഞിട്ട് 2 കുട്ടികള്, അത് കഴിഞ്ഞിട്ട് വിദേശവാസം, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോകണം, കറങ്ങാൻ പോകണം, അങ്ങനെയൊക്കെ ഓരോ പ്ലാനും. എനിക്കൊരു 2 സ്റ്റോറിയുടെ ഒരു 3000 സ്ക്വയർ ഫീറ്റിന്റെ വീട്, അങ്ങനെ കുറെ ചിന്തകളും വിചാരങ്ങളും ആണല്ലോ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തളച്ചിട്ടിരിക്കുന്നത് അല്ലെ. ഒരിക്കലും നമുക്ക് പോകാനായിട്ട് പറ്റില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാതെയാണ് നമ്മളുടെ ജീവൻ പോയതെങ്കിൽ അതിന്റെ ബാക്കി വേണം നമ്മൾ അടുത്ത ജന്മത്തിൽ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ. ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. അതാണ് ഈ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ നമ്മളെ ബന്ധനസ്ഥരാക്കി വിളിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം മൂടിയിരിക്കുന്നതുകൊണ്ടാണ് സാധാരണഗതിയിലുള്ള ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാകാത്തത്. ഉത്തമ ഭക്തി രോഹിണി ദേവിദാസി മാതാജി ഏതെങ്കിലും വീട്ടിൽ ജോലി ചെയ്യുകയാണോ അതോ മാതാജി ഒറ്റയ്ക്കാണോ? കേൾക്കുന്നില്ല അല്ലേ? മാതാജി കഴിഞ്ഞ ദിവസം എന്നോട് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാനപ്പം മാതാജിയോട് ശരിക്കുള്ള അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുത്തില്ല. ഞാൻ എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവിടെ നിൽക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികള് എന്തുമാത്രം കൃഷ്ണബോധസ്ഥരാണെന്ന് എനിക്ക് മനസ്സിലായി. അവർ ഏത് ബുക്കുകളാണ് അവർ റെഫർ ചെയ്യുന്നത്, ആരുടെ സാഹിത്യങ്ങളാണ് വായിക്കുന്നത്, ഏത് ചിന്താഗതിയുള്ളവരാണെന്ന് എനിക്ക് പിടികിട്ടി. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരോട് തലകുത്തി മറിഞ്ഞ് നമ്മളുടെ വായിലെയും തൊണ്ടയും ഒക്കെ വറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അവരാരും കൃഷ്ണബോധത്തിലേക്ക് വരാൻ പോകുന്നില്ല. പ്രേമമാകുന്ന കണ്ണ്, അവരെയൊക്കെ അജ്ഞാനമാകുന്ന പുകയുണ്ട് മൂടിയിരിക്കുകയാണ്.
അതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഇതൊന്നും കേറില്ല, ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം. അതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എന്തിനാണ് അത്രയെങ്കിലും പറഞ്ഞതെന്ന് എന്തെങ്കിലും പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് ഒഴിവായി പോയാൽ മതി, എനിക്ക് അറിയത്തില്ല, ഞാൻ ആരോടെങ്കിലും ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോയാൽ മതിയായിരുന്നത് പിന്നീട് എനിക്ക് തോന്നി. എന്തിനു ഞാൻ എന്തോ ചെറിയ ഇതായിട്ട് റിപ്ലൈ ചെയ്തിരുന്നു. അവരത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അവർക്കൊന്നും അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാര്യം അവർ ആ ഒരു രീതിയിലാണ് അവരുടെ മനസ്സിനെ ഇതെല്ലാം പാകപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഭൂരിഭാഗം ആൾക്കാരും, ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികളും പ്രായം ചെന്ന ആൾക്കാരും, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പൂർണ്ണമായിട്ട് നമ്മളെ പുച്ഛിച്ച് കളിയാക്കി തള്ളുകയാണ്, അല്ലേ? നമ്മളെ വീട്ടിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സ്വന്തം വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് പുറത്തുള്ളവരുടെ കാര്യം പറഞ്ഞാൽ മതി, അല്ലേ? വീട്ടിലുള്ളവര് വിശ്വസിക്കുക അംഗീകരിക്കത്തുമില്ല, അല്ലെ? കുറെ തൊഴിലില്ലാതെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഈ കൃഷ്ണാബോധം നടന്നുകൊണ്ട് ഇതുമായിട്ട് നടന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാന്നൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്ന അവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കും, അല്ലെ? ഈ സമയം ഉണ്ടെങ്കിൽ വേണേ മൊബൈൽ കണ്ടോണ്ടിരിക്കുകയോ ഉറങ്ങുവോ അല്ലെങ്കിൽ ആരുടെയും കുറ്റം പറയുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സന്തോഷമാണ്. പക്ഷെ ഈ 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ ഈ ക്ലാസ്സിന് വേണ്ടി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര തൊഴുത്തിൽ കുത്താണ്. അതാണ് വ്യത്യാസം. അപ്പൊ അത്രയ്ക്കും വിവരമുള്ള ആൾക്കാരാണ്. ഇവരോടൊക്കെ നമ്മൾ എത്രയൊക്കെ സംശയ നിവാരണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ആ ഒരു ലെവലില് ഭഗവാന്റെ ആ ഒരു പരമദിവ്യോത്തമ പുരുഷത്തെ അവർ അംഗീകരിക്കത്തില്ല. അവര് സാധാരണ ഒരു മനുഷ്യനായിട്ട് വെച്ചിട്ടാണ് ഭഗവാനെ വിലയിരുത്തുന്നത്. സാധാരണ ഒരു മനുഷ്യന്റെ തോതിൽ നിന്ന് ഭഗവാനെ വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും? ഒരിക്കലും പറ്റത്തില്ല. കാര്യം അജ്ഞാനമാകുന്ന പുക അവരെ മൂടിയിട്ടിരിക്കുകയാണ്. അത് അതുകൊണ്ട് ഈ ജീവജാലങ്ങളൊക്കെ വെറുതെ കുറച്ച് വ്യാമോഹമായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. ഇനി അതുപോലെ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ശരീരസ്ഥനായ ജീവൻ കൃഷ്ണാബോധത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള വാസന മൂലം സ്വയം വ്യാമോഹിതനാകുന്നു. സ്വഭാവേന സച്ചിദാനന്ദ രൂപിയാണെങ്കിലും തന്റെ അസ്തിത്വത്തിലുള്ള അല്പത്വം കാരണം തന്നെ മൂലസ്വരൂപമായ ഭഗവത് സേവനം മറന്ന് അജ്ഞാനത്തിൽ മുഴുകുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? ആ വ്യാമോഹം എന്ന് പറഞ്ഞാൽ തന്റെ മൂലസ്വരൂപം ഭഗവാന്റെ ദാസാനുദാസാനുദാസനാണ് എന്നുള്ള കാര്യം മറന്നിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഈ ബന്ധനത്തിൽ മുഴുകുന്ന ഈ അജ്ഞാനം വന്ന് മൂടാനായിട്ടുള്ള കാരണം, ഈ പുകമറയാവുന്ന അജ്ഞാനം വന്ന് നമ്മളെ മൂടാനായിട്ടുള്ള കാരണം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് മറന്നു പോകുന്നതുകൊണ്ടാണ്, നമ്മുടെ വ്യക്തിത്വം മറന്നു പോകുന്നതുകൊണ്ടാണ്. തന്റെ ബദ്ധ ജീവിതത്തിന് ഭഗവാനിൽ പഴി ചുമത്തുന്നതും ഈ അജ്ഞാനത്തിന് വശപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. ഈ അജ്ഞാനം കാരണമാണ് തന്റെ ബദ്ധ ജീവിതത്തിന് നമ്മൾ വഴിപ്പെടുന്നത്. വീണ്ടും വീണ്ടും ബന്ധനസ്ഥരായി നമ്മളിങ്ങനെ ഇവിടെ കറങ്ങി നടക്കാണ്ട് കാര്യം. വേദാന്ത സൂത്രങ്ങളും അതിനെ ദൃഢീകരിക്കുന്നു. അപ്പൊ സർവേശ്വരൻ ആരെയും ഇഷ്ടപ്പെടുകയോ വെറുക്കുകയോ ചെയ്യുന്നില്ല, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ. അപ്പം ഭഗവാന് ഒരാളോട് ഒരു പ്രത്യേക മമതയോ ഒരു വെറുപ്പോ അങ്ങനെയൊന്നും ഭഗവാനില്ല. ഭഗവാൻ എന്താണ്? സമൂഹം സർവഭൂതേഷു, എനിക്ക് എല്ലാവരോടും ഒരുപോലെയാണ്. കാര്യം ഭഗവാന്റെ മക്കൾ എല്ലാവരും ഭഗവാന്റെ ഈ സമസ്ത ജീവജാലങ്ങളും ഭഗവാന്റെ മക്കളാണ്. അവരോടെല്ലാവരും തന്നെ ഭഗവാൻ ഒരേ സ്നേഹമാണ്, ഒരേ വാത്സല്യമാണ്. പക്ഷെ പരമഭക്തരോട് ഇത് കുറച്ച് കൂടുതലുണ്ടെന്ന് ഭഗവാൻ വേറൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. കാര്യം ഭഗവാൻ ഇങ്ങനെ മാറ്റി 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 പറയുന്നതുകൊണ്ട് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ പറയുന്നതൊക്കെ തന്നെ ശരിയാണ്. എല്ലാവരുടെ സമഭാവനയാണ്. നമുക്കറിയാം ഒരു അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിലും എന്താണ്, ഇവർക്ക് എല്ലാവരോടും തുല്യ സ്നേഹമാണ്. അറിയാം, ചിലപ്പോൾ ഒരു 10 മക്കളുള്ള അമ്മയ്ക്ക് 10 മക്കളിൽ ചിലർ വികലാംഗരായിരിക്കും, ചിലർ അന്ധരായിരിക്കാം, ചിലര് എന്താണ് മന്ദബുദ്ധിയുള്ളവരായിരിക്കാം, ചിലര് നല്ല കഴിവുള്ള സ്കോളർ ആയിരിക്കാം, IAS കാരനായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം. പക്ഷെ അച്ഛനും അമ്മയ്ക്കും അവരോടെല്ലാം ഒരേപോലെ സ്നേഹമായിരിക്കും. പിന്നെ എന്തെങ്കിലും അംഗവൈകല്യമുള്ള വ്യക്തികളോട് കുറച്ചുകൂടി കൂടുതൽ സ്നേഹം കൊടുക്കും, കാര്യം അവരുടെ അവസ്ഥയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, ഒരാൾ മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞ് അവരെ തഴയത്തുമില്ല, അവർക്കും ഭക്ഷണം എല്ലാം കൊടുക്കുക, എല്ലാ സ്നേഹങ്ങളും കൊടുക്കും. പക്ഷെ ചിലര് ഇവരെ തിരിച്ച് ഇങ്ങോട്ട് സേവിക്കാൻ തുടങ്ങുമ്പോൾ അവരോടൊരു പ്രത്യേക മമത തോന്നും, അല്ലെ? ചില കുട്ടികളെ അച്ഛനമ്മമാരുടെയൊക്കെ വിഷമങ്ങളും കണ്ടൊക്കെ മനസ്സിലാക്കി അവര് തിരിച്ച് അച്ഛനമ്മമാരെ സേവ ചെയ്യാൻ തുടങ്ങുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് എന്താണ് അച്ഛനമ്മമാർക്ക് ഒരു പ്രത്യേക മമത തോന്നും. അതാണ് ഭഗവാനും നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ആ ഒരു മമത, അല്ലെ? ആ ഒരു സ്നേഹം ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടുക. അതാണല്ലോ ഞാൻ പറഞ്ഞ ആ കൃഷ്ണാബോധത്തിന്റെ ആ ഒരു ഇന്നലെ എനിക്ക് വന്ന ഒരു വോയിസ് മെസ്സേജിൽ ഞാൻ കേട്ട കാര്യങ്ങൾ ഭഗവാൻ നേരിട്ട് കാണിച്ചു കൊടുത്തു. നമ്മൾ ഭക്തനെ ഒരിക്കലും നമേ ഭക്ത പ്രണശ്യതി എന്നാണ് പറയുന്നത്. ഒരിക്കലും ഭഗവാൻ
ഒരു ഭക്തരെ എന്താണ് ചെയ്യുന്നില്ല, അവർക്ക് നാശം സംഭവിക്കാൻ അനുവദിക്കുന്നില്ല. നമ്മെ ഭക്ത പ്രണയിച്ചത് അവന് ഒരിക്കലും ഒരിക്കലും വീഴ്ച പറ്റില്ല ഭഗവാന്റെ ഭക്തർക്ക്. ഒരിക്കലും മറ്റുള്ളവർ ഭൗതികമായി വീഴ്ച പറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാലും ഭഗവാൻ അതിനൊരിക്കലും അനുവദിക്കത്തില്ല. നമ്മളുടെ നോട്ടത്തിൽ മാത്രമാണ് അവർ അധപ്പതിച്ചു എന്ന് നമുക്ക് തോന്നുന്നത്. അത് നമ്മുടെ ദുഷ്ടമായ കണ്ണുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും നോക്കിയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള നാശം ഉണ്ടാകുന്നില്ല. കാര്യം അവരുടെ മനസ്സിൽ ഭഗവാൻ സദാ ഇരിക്കുന്നു. ഭഗവാൻ സദാ അവരെ മനസ്സിൽ കാണുകയും അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ സദാ ഭഗവാനും ഇരിക്കുകയാണെന്നുണ്ട്. ആ അവസ്ഥ എത്തിച്ചേരുമ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ച്യുതി സംഭവിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി 16-ാമത്തെ ശ്ലോകം. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനാം തേഷാമാദിത്യ വിജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനേന തു തദ് ജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനേന തു തവ ജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. ഹരേ കൃഷ്ണ. മാധവി രാധ മാതാജി. ജ്ഞാനേന തു തദജ്ഞാനം യേഷാനാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനാ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതയുടെ പദാനുപത് തർജ്ജമ. ജയ് ശിലപ്രഭാത്. യേശാന്തു യാതൊരുവർക്കാകട്ടെ തത് അജ്ഞാനം ആത്മനഃ ജീവസത്തയുടെ ജ്ഞാനേന ജ്ഞാനത്താൽ നാശിക്കപ്പെട്ടിരിക്കുന്നു. തേഷാം അവർക്ക് തത്പരം കൃഷ്ണബോധമാണ് ജ്ഞാനം ആദിത്യ വത്ത് ഉദയ സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥ ഡിവൈൻ ഗ്രേസ് എസി ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത്. ജയ് ശിലപ്രഭാത്. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാകുമ്പോൾ പകൽ സമയത്ത് സൂര്യൻ എല്ലാം പ്രകാശിപ്പിക്കുന്നത് പോലെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ബോധം ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്? പത്മ മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണനെ മറന്നവർ തീർച്ചയായും പരിഭ്രാന്തരാവുക തന്നെ ചെയ്യും. കൃഷ്ണാവബോധമുള്ളവർക്ക് പരിഭ്രാന്തിയേ ഇല്ല. ഭഗവത്ഗീതയിൽ ഇപ്രകാരം പ്രതിപാദിക്കുന്നു: സർവജ്ഞാന പ്ലവേന ജ്ഞാനാഗ്നി സർവകർമാണി നഹി ജ്ഞാനേന സദൃശം. സർവമാനിതമാണ് ജ്ഞാനം. ആ ജ്ഞാനം എന്താണ്? ഒരാൾ സ്വയം കൃഷ്ണന് സമർപ്പിതനാകുമ്പോഴാണ് പരിപൂർണ ജ്ഞാനം ഉദിക്കുന്നത്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യന്തേ എന്ന് ഭഗവത്ഗീത 7:19 പറയുന്നു. അനേകം ജന്മങ്ങൾക്ക് ശേഷം പരിപൂർണ ജ്ഞാനം നേടിയ ജീവൻ കൃഷ്ണന് സ്വയം സമർപ്പിതനാകുമ്പോൾ അഥവാ കൃഷ്ണാവബോധം ഉദിക്കുമ്പോൾ പകൽ വെളിച്ചത്തിൽ എന്ന പോലെ സർവവും പ്രകാശിതമായി തീരും. ജീവാത്മാവ് പലതരത്തിലും പരിഭ്രാന്തനാണ്. ഉദാഹരണമായി താൻ തന്നെയാണ് സർവേശ്വരനെന്ന് ചിന്തിക്കുമ്പോൾ ജീവൻ അജ്ഞാനത്തിന്റെ അവസാനത്തെ കെണിയിലാണ് വീഴുന്നത്. ജീവാത്മാവ് ഈശ്വരനാണെങ്കിൽ അയാൾ എങ്ങനെ അജ്ഞാനത്തിന്റെ വ്യാമോഹത്തിൽ പെടും? ഈശ്വരൻ അജ്ഞാനവ്യമുക്തനാവുകയോ എങ്കിൽ അജ്ഞാനം അഥവാ ചെകുത്താൻ ഈശ്വരനേക്കാൾ ഉത്കൃഷ്ടനാണെന്ന് വരും. പരിപൂർണമായും കൃഷ്ണാവബോധം കൈവന്ന ഒരാളിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ലഭ്യമാവും. അങ്ങനെയുള്ള വിശ്വാസ്യനായ ഒരു ആധ്യാത്മികാചാര്യനെ അന്വേഷിച്ചു കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് കൃഷ്ണാവബോധം എന്തെന്ന് പഠിച്ചറിയണം. സൂര്യന് ഇരുട്ടിനെ എന്ന പോലെ അജ്ഞാനത്തെ നിശ്ചയമായും ദൂരീകരിക്കാൻ കൃഷ്ണാവബോധത്തിന് കഴിയൂ. താൻ ഈ ശരീരമല്ല എന്നും
അതിനതീതമാണെന്നും പൂർണ്ണമായി മനസ്സിലാക്കിയാലും ജീവാത്മാ പരമാത്മാക്കൾ തമ്മിലുള്ള വ്യത്യാസം ഒരാൾക്ക് അറിയാൻ കഴിഞ്ഞില്ലെന്നു വരാം. സമ്പൂർണനും വിശ്വസ്യനും കൃഷ്ണാബോധമുള്ളവനുമായ ആധ്യാത്മ ഗുരുവിനെ അഭയം പ്രാപിച്ചാൽ അയാൾക്ക് എല്ലാം നന്നായി അറിയാൻ കഴിയും. ഈശ്വരന്റെ ഒരു പ്രതിനിധിയെ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഈശ്വരനെയും ഈശ്വരനുമായുള്ള തന്റെ ബന്ധത്തെയും കുറിച്ച് അറിയാൻ കഴിയുന്നുള്ളൂ. ഈശ്വരന് ലഭിക്കുന്ന ആദരങ്ങൾ എല്ലാം ലഭിക്കുന്നുവെങ്കിലും ഈശ്വരന്റെ ഒരു പ്രതിനിധി ഒരിക്കലും താൻ ഈശ്വരനാണെന്ന് അവകാശപ്പെടാറില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ഈശ്വരനെ കുറിച്ച് അറിയാം. ഈശ്വരനും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ ജീവനും ഓരോ വ്യക്തിയാണ്. ഭഗവാനും വ്യക്തിയാണ്. അവരെല്ലാം പണ്ട് വ്യക്തികളായിരുന്നു, ഇപ്പോൾ വ്യക്തികളാണ്. മേലിൽ മുക്തിക്ക് ശേഷവും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുമെന്ന് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പ്രസ്താവിക്കുന്നു. 2:12. രാത്രിയിലെ കൂരിരുട്ടിൽ എല്ലാ വസ്തുക്കളും ഒന്നായി കാണപ്പെടുന്നു. പകൽ സൂര്യൻ ഉദിക്കുമ്പോഴാണ് ഓരോന്നും യഥാർത്ഥ രൂപത്തിൽ കാണപ്പെടുന്നത്. തനിക്ക് ആധ്യാത്മിക ജീവിതത്തിൽ വ്യക്തിത്വമുണ്ടെന്ന് മനസ്സിലാക്കലാണ് യഥാർത്ഥ ജ്ഞാനം. കൃഷ്ണപ്രഭു. കൃഷ്ണ മാതാജിയുടെ സിഗ്നൽ എന്താ പ്രശ്നമുണ്ട് തോന്നുന്നു, വിറവിറക്കുന്നു. അതെയോ? നെറ്റിന്റെ കുഴപ്പമായിരിക്കും. മഴയൊക്കെ ആയിരുന്നു. വലിഞ്ഞിങ്ങനെ നീങ്ങുന്നു. അത് എനിക്ക് മാത്രം തോന്നിയാണോ ആവോ? നെറ്റിന്റെ പ്രശ്നമായിരിക്കും. ഒന്നിൽ ഇവിടുത്തെ അല്ലേ അവിടുത്തെ, അറിയില്ല. അപ്പോൾ നമ്മൾ 16-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് വേണ്ടത്? അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാകുമ്പോൾ പകൽ സമയത്ത് സൂര്യൻ എല്ലാം പ്രകാശിപ്പിക്കുന്നത് പോലെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഈ നമ്മളിലുള്ള അവിദ്യ ആണല്ലോ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അവിദ്യ, അല്ലെ? വിദ്യയാണ് ഈ പറയുന്ന അജ്ഞാനത്തെ എല്ലാം മാറ്റിത്തരുന്നത്, അല്ലെ? വിദ്യ. അപ്പൊ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാകുമ്പോൾ ആ ഒരു ജ്ഞാനം ഉള്ളിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്താണ്? ചക്ഷുരും മീലിതം, എന്താണ്? നമ്മള് സ്വയം പ്രകാശവാനാകുന്നു. അപ്പൊ പകൽ സമയത്ത് സൂര്യൻ ഉള്ള സമയത്ത് നമ്മുടെ മുന്നിലെല്ലാം വെളിപ്പെടുന്നെന്ന് പറഞ്ഞതുപോലെ ഈ ജ്ഞാനം എല്ലാത്തിനെയും വെളിപ്പെടുത്തുന്നു. നമുക്കറിയാം ഭഗവാനെ പറ്റി. ഞാനതാണല്ലോ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ കൂടെ നമ്മള് ഉഷാമണി മാതാജി ആ ജോലി ചെയ്യുന്ന വീട്ടിലെ ആ കുട്ടികൾ വായിക്കുന്ന ബുക്കുകളും ഒക്കെ എന്താണ്? ഭഗവാനെ പറ്റി ഈ പറയുന്ന അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളും പറയുന്നതാണ്. നമ്മൾ ഭഗവാനെ ഒരു സാധാരണ ഒരു വ്യക്തിയെ വെച്ചിട്ട് ഉപമിക്കുന്നതാണ് എല്ലാത്തിനും കാരണം, അല്ലെ? പ്രശ്നങ്ങൾക്കും കാരണം അത് ഈ അജ്ഞാനമാണ്. ഇവർക്ക് കിട്ടുന്ന ആ ഒരു സൂര്യപ്രകാശം അവർക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്താണ്? അവർ ഇരുട്ടിനെ ഉപാസിക്കുന്നവരാണ്. ഇരുട്ടിനെ ഉപാസിക്കുന്നവർക്ക് എത്ര കൊണ്ടുപോയി 1000 വാട്ട് ലൈറ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും അവർക്കത് അറിയാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് ഒരിക്കലും ജ്ഞാനപ്രകാശം ഉണ്ടാകുന്നില്ല. തമസിനെ ആശ്രയിക്കുന്നവരുടെ അവസ്ഥ അതാണ്, അല്ലെ? നമ്മൾ എത്ര കൊണ്ട് ഒരു കുടം കമത്തി വെച്ചിട്ട് അതിന്റെ മുകളില് കൊണ്ട് എന്തുമാത്രം വെള്ളം ഒഴിച്ചില്ല, അത് നിറയുമോ? ഇതേ അവസ്ഥയാണ് എന്താണ് ഈ പറയുന്ന ഈ ഭൗതികവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാനിൽ കുറ്റം കണ്ട് ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ തന്നെ എന്താണ് കാര്യം? അത് ഭഗവാനാണെന്ന് നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഭഗവാന് ചെയ്യാൻ പറ്റാതായിട്ട് ഒന്നുമില്ല. അത്രയ്ക്ക് നമ്മള് ഭഗവാന്റെ ആ ഒരു കഥ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ഷമിക്കുക. മറ്റേ നാരദമുനി ഒരു പ്രാവശ്യം വൈകുണ്ഠത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്താണ് നാരദമുനി, അങ്ങ് നാട്ടിലൊക്കെ നടന്നിട്ട് വരികയല്ലേ, അവിടെ എന്ത് കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് ഒരു വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടു. വളരെ ജ്ഞാനിയാണ്, നല്ല ഭക്തിയൊക്കെ ഉണ്ട്, കണ്ടു. അതുപോലെ തന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും സദാ മനസ്സിലും ഒക്കെ ഭഗവത് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു. പക്ഷെ അത് മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. ചെരുപ്പുകുത്തി നമ്മളെല്ലാം ഇട്ട് നടക്കുന്ന ചെരുപ്പെല്ലാം എന്താണ് കേടാകുമ്പോൾ എന്താണ് അത് തയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെരുപ്പ് കുത്തിയുടെ ഇടയ്ക്ക് കൊണ്ടേ കൊടുക്കുന്നത്. അത്
വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തി ആയിട്ടാണ് നമ്മളെല്ലാം കാണുന്നത് അല്ലെ. പക്ഷെ ചെരുപ്പുകുത്തി എന്താണ് തന്റെ കർമ്മം വളരെ ഭംഗിയായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നതും. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് ഭഗവാനിൽ ഭയങ്കര വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. അപ്പം ആ നാരദമുനിയോട് ഭഗവാൻ പറഞ്ഞു, അല്ല അപ്പൊ ഇവരില് ആരാണ് ശരിയായിട്ടുള്ള ഭക്തൻ എന്ന് ചോദിക്കുമ്പോൾ നാരദമുനി ബ്രാഹ്മണന്റെ കാര്യമാണ് പറയുന്നത്. ബ്രാഹ്മണൻ ആയിരിക്കും ഭക്തർ. അത്രയും പണ്ഡിതനും ഭഗവാനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഭാഗവതം അറിയാൻ കാണാതെ, അതുപോലെ തന്നെ വേദങ്ങൾ 4 അറിയാം, അതുപോലെ തന്നെ 18 പുരാണങ്ങളും പഠിച്ചിട്ടുണ്ട്, ഇതിഹാസങ്ങളൊക്കെ അറിയാം. അദ്ദേഹം നല്ല ഒന്നാന്തരമായിട്ട് ശ്ലോകങ്ങളൊക്കെ ബൈഹാർട്ട് പറയുന്നുണ്ട്. അപ്പൊ അതായിരിക്കും എന്നാണ് നാരദമുനി വിചാരിച്ചത്. അപ്പം ഭഗവാൻ എന്ത് ചെയ്യുന്നു? അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഞാൻ നിനക്ക് ഒരു ആജ്ഞ തരികയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നീ ചെന്ന് അവരോട് രണ്ടുപേരോടും പറഞ്ഞിട്ട് അവരെന്താണ് ഉത്തരം തരുന്നതെന്ന് എന്നോട് വന്ന് മറുപടി പറയണമെന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞല്ലേ നാരദമുനിക്ക് തിരസ്കരിക്കാൻ പറ്റില്ല. നാരദമുനി ഉടനെ തന്നെ യാത്രയാകുന്നു. അപ്പം എന്നിട്ട് ഈ പറയുന്ന ബ്രാഹ്മണന്റെ അടുത്തെത്തി. ബ്രാഹ്മണന്റെ അടുത്തെത്തി, അങ്ങ് വൈകുണ്ഠത്തിലൊക്കെ പോയോ? ഭഗവാനും ലക്ഷ്മി ദേവിയൊക്കെ അവിടെ സുഖമായിട്ടിരിക്കുന്നു, എന്ത് പറഞ്ഞു? ഭഗവാൻ എന്ത് പറയുന്നു? ഭഗവാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് ഈ ബ്രാഹ്മണൻ ചോദിച്ചു. ബ്രാഹ്മണൻ ചോദിച്ചപ്പോൾ ആ നാരദമുനി റിപ്ലൈ പറഞ്ഞു. എന്താണ് മറുപടി പറഞ്ഞത്? ഭഗവാൻ അവിടെ ഒരു സൂചിയിലെടുത്ത് സൂചിയുടെ ചെറിയ ദ്വാരത്തിൽ കൂടെ ഒരു വലിയ ആനെ കയറ്റി വിടുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ അവിടെ കിടന്ന് പൊട്ടിച്ചിരിച്ചു. പൊട്ടിച്ചിരിച്ചിട്ട് എന്ത് ചെയ്യും? നാരദമുനിയെ അങ്ങ് കളിയാക്കുകയാണ് അല്ലെ. നാരദമുനി അങ്ങ് കളിയാക്കി പൊട്ടിച്ചിരിച്ചിട്ട് അദ്ദേഹത്തിന് ചിരി അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. ഒരു സൂചിയുടെ ചെറിയ ദ്വാരത്തിൽ കൂടെ ഒരു ആനയെ കയറ്റു, അസംഭവ്യം അസംഭവ്യം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങ് പരിഹസിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നാരദമുനി എന്ത് ചെയ്തു? അവിടുന്ന് ഒന്നും തന്നെ ഇപ്പൊ അവരോ എന്ത് പറഞ്ഞാൽ അതിന് മറുപടി ഒന്നും പറയണ്ടെന്ന് ഭഗവാൻ പറഞ്ഞതുകൊണ്ട് നേരെ അവിടെ നിന്ന് ചെരുപ്പൂത്തിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു. ചെരുപ്പൂത്തി അപ്പം നാരദമുനിയെ കണ്ട് വന്ദിച്ചു. അദ്ദേഹം ചോദിച്ചിട്ടു, അല്ലയോ നാരദമുനി, വൈകുണ്ഠത്തിലൊക്കെ പോയല്ലേ, അങ്ങയുടെ ഈ ഒരു ദർശനം തന്നെ ഇവിടെ എനിക്ക് പുണ്യമായി. അങ്ങനെയൊക്കെ ദർശിക്കാൻ പറ്റുന്ന തന്നെ പരമഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോഴും ഇയാൾ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി നിർത്തുന്നില്ല. അദ്ദേഹം ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ചെരുപ്പൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്, അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭഗവാനും ലക്ഷ്മി ദേവിയും അവിടെ എന്ത് ചെയ്യുന്നു? കാര്യം ഞങ്ങൾക്കൊന്നും ഒരിക്കലും പോകാനായിട്ട് പറ്റത്തില്ല എങ്കിലും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങേ പോലുള്ള വ്യക്തികൾ അവിടെ പോയിട്ട് വന്നിരിക്കുന്ന അങ്ങയുടെ ഒരു സാന്നിധ്യം അറിയാൻ പറ്റുക. അങ്ങ് ഞങ്ങളവിടെ പോയ പോലെയാണ്. കാര്യം വൈകുണ്ഠത്തില് പോയ പോലെയാണ്. കാരണം വൈകുണ്ഠത്തിൽ പോയ വ്യക്തികൾ നമ്മുടെ മുൻപിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്തിനു വൈകുണ്ഠത്തിൽ പോകേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങേ പോലുള്ള വ്യക്തികള് അവിടെ പോയിട്ട് വന്നപ്പോ വൈകുണ്ഠവുമായിട്ട് തന്നെയാണ് അങ്ങ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ഭാവത്തിലാണ് ആ ചെരുപ്പൂത്തി ഇരിക്കുന്നതും അദ്ദേഹത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുവാണെന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് നാരദമുനി പറഞ്ഞു, ഭഗവാന് അവിടെ ഒരു ചെറിയ സൂചിയുടെ ചെറിയ സുഷിരത്തിൽ കൂടെ ഒരു വലിയ ആനയെ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഭഗവാൻ ഒരു കളി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഭഗവാന് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തുണ്ട്? ആന എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ ജീവിയല്ലേ. ഈ പ്രപഞ്ചങ്ങളെ മുഴുവനും വേണമെങ്കിൽ ഭഗവാൻ ആ ചെറിയൊരു സൂചിയുടെ സുഷിരത്തിൽ കൂടെ കയറ്റിവിടുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? കാര്യം ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ ധരിക്കുന്നത് എന്താണ്? പ്രപഞ്ചങ്ങളൊക്കെ തന്നെ ഒരിക്കലും എന്താണ് പ്രപഞ്ചത്തിനുള്ളിലല്ല ഭഗവാൻ. ഇതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിനുള്ളിലുള്ള ഒരു വ്യക്തിയല്ല ഭഗവാൻ. ആർക്കെങ്കിലും ആ ഒരു ധാരണയുണ്ടെങ്കിൽ ഇപ്പോഴേ മാറ്റുക. സർവ പ്രപഞ്ചങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ഭഗവാനിലാണ്. ഇതാണ് ഈ മൂഢന്മാരായിട്ടുള്ള നമ്മളെ പോലുള്ള വ്യക്തികൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതേപോലത്തെ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യത്തിന് നമ്മൾ ആൻസർ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ മണ്ടന്മാരാകും. ഈ സർവ പ്രപഞ്ചങ്ങൾ എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായി? സർവ പ്രപഞ്ചങ്ങൾ എന്നിലാണ്. അല്ലെ, ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്, ഞാൻ അവയുടെ ഭാഗമല്ല. എന്തുകൊണ്ട് മനസ്സിലാക്കുക? അപ്പൊ ഭഗവാന് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തുണ്ട്? നമ്മൾ ഭഗവാനെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൂര്യൻ ഉദിച്ചു വരുന്ന കാണുമ്പോൾ ഒരു പട്ടി, വഴിയെ പോകുന്ന ഒരു ചാവാലിപ്പട്ടി സൂര്യനെ നോക്കി കുരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അവിടെ നിന്ന് പേടിച്ചുദിക്കാതെ ഓടിപ്പോകുമോ? എന്ന് പറഞ്ഞ പോലെയാണ് ആ ചാവാലിപ്പട്ടി കുരയ്ക്കുന്നത് പോലെയാണ് നമ്മുടെ ഇവിടെയുള്ള കുറച്ച് സാഹിത്യകാരന്മാരും നാസ്തികരും ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരും ഭഗവാനെതിരെ പറഞ്ഞു കൂട്ടുന്നത്. ഭഗവാൻ എന്തെങ്കിലും സംഭവിക്കൂ? എത്രയോ പേര് ഭഗവാനെ
എന്ത് ചെയ്തു, സ്ത്രീ ലംബടൻ എന്നോ അതും ഇതൊക്കെ പറഞ്ഞു. ഭഗവാൻ അത് വല്ലതും കേൾക്കുന്നുണ്ടോ, നോക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, മറുപടി പറയാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. കാര്യം ഭഗവാൻ അതിന്റെ ആവശ്യമേ ഇല്ല, അല്ലെ? എത്രയോ പരമഭക്തന്മാര് ഭഗവാനുണ്ട്, അപ്പൊ അതിന്റെ ആവശ്യമേ ഭഗവാൻ ഇല്ല. അപ്പൊ ഈ ചെരുപ്പ് കുത്തിയുടെ ആ ഒരു വിശ്വാസം, ആ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സർവ്വ പ്രപഞ്ചങ്ങളിലെ നാഥനായിട്ടുള്ള ഭഗവാന്, ഈ സർവ്വ പ്രപഞ്ചങ്ങളിലും അദ്ദേഹത്തിന്റെ ഉദരത്തിൽ വസിക്കുന്ന ഭഗവാന് എന്താണ്? ഒരു ഒരു ചെറിയ, വളരെ ചെറിയ ഒരു ജീവിയായ, ഈ പ്രപഞ്ചങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, വളരെ ചെറിയ ഒരു ആനയെ ഒരു സൂചിയുടെ സുഷത്തിൽ കയറ്റാനാണോ ഇത്ര പാട് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഭഗവാന്റെ ആ പരമദിവ്യോത്വം പുരുഷത്വത്തെ, അല്ലെങ്കിൽ ആ ഒരു പരമമായിട്ടുള്ള ആ ഭഗവാന്റെ പ്രവൃത്തിയെ എന്ത് ചെയ്തു? ഭഗവാൻ അദ്ദേഹം അംഗീകരിച്ച്, അദ്ദേഹം സ്മരിച്ചു. ഭഗവാൻ ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്യുന്നത് അദ്ദേഹം മനസ്സിൽ കണ്ടു. വൈകുണ്ഠത്തിൽ ഭഗവാൻ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അദ്ദേഹം മനസ്സാ സ്മരിച്ചു. നാരദമുനിയെ വണങ്ങി അനുഗ്രഹം മേടിച്ചു. അങ്ങനെ വൈകുണ്ഠത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞു കഴിഞ്ഞ് ഇവർ രണ്ടുപേരും എന്താ പറഞ്ഞെന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ നാരദമുനി മറുപടി പറഞ്ഞപ്പോൾ ഭഗവാൻ അതിന് മറുപടി കൊടുക്കുവാണ്, അല്ലെ? അതായത് എന്നിൽ വിശ്വാസം ഉണ്ടാകുന്നത് ഒരാളുടെ പ്രവൃത്തി, അല്ലെങ്കിൽ അവരുടെ ജ്ഞാനം, അല്ലെങ്കിൽ അവരുടെ പാണ്ഡിത്യം ഇതുകൊണ്ടെന്നല്ല, അല്ലെ? ഈ പാണ്ഡിത്യമോ അല്ലെങ്കിൽ ഒരുപാട് സ്കോളർഷിപ്പും ഇതൊക്കെ എടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ PhD എടുത്തുകൊണ്ടോ എന്നിലേക്കുള്ള ജ്ഞാനം കിട്ടണമെന്നോ എന്നിലേക്കുള്ള പ്രേമം കിട്ടണമെന്നോ, എന്നിലേക്ക് വിശ്വാസം ഉണ്ടാകണമെന്നോ യാതൊരു നിബന്ധനയും ഇല്ല, അല്ലെ? എന്താണ് അചഞ്ചലമായ വിശ്വാസം? അചഞ്ചലമായ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിശ്വാസികൾക്ക് ഇത് ഉപദേശിക്കരുതെന്ന് പറയുന്നത്. അവിശ്വാസികൾക്ക് ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഉപദേശിക്കരുതെന്ന് പറയുന്നതിന്റെ കാര്യം, അവിശ്വാസികൾക്ക് ഇത് തലയിലേക്ക് കയറില്ല. നമ്മുടെ വായിലെ വെള്ളം വറ്റാവുന്നേ ഉള്ളൂ, തൊണ്ടയിലെ വെള്ളം. അവരുടെ അടുക്കൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോരുക, ഹരിബോൾ രാം നാം സത്യഹേ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുക്കൽ നിന്ന് ഒഴിഞ്ഞു പോരുക മാത്രമേ ഉള്ളൂ, നിവൃത്തിയുള്ളൂ. അപ്പം എന്താണ് ഭഗവാൻ പറഞ്ഞു? ഭഗവാനെ പറ്റിയുള്ള അചഞ്ചലമായ വിശ്വാസം ഒന്നും ഇല്ലാതെ എത്ര ജ്ഞാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയും, എത്ര പണ്ഡിതനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയും അവരെന്നെ ദിവ്യ പ്രേമബദ്ധരായി മാറുകയില്ല. എന്നിൽ ദിവ്യ പ്രേമബദ്ധരാകുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്റെ ലീലകളുടെ സ്വഭാവങ്ങളും എല്ലാം അവർക്ക് മനസ്സിലായി. ജന്മ കർമ്മജ മേ ദിവ്യം യോ വേത്തി തത്വത എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എന്റെ ദിവ്യ ലീലകളെ പറ്റി മനസ്സിലാക്കാനായിട്ട് എന്നിൽ ദിവ്യ പ്രേമബദ്ധരാകുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും അതിന്റെ സ്വഭാവ വിശേഷങ്ങളും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെ ഞാൻ ചെയ്യുന്നതിനെല്ലാം വിമർശിച്ചുകൊണ്ട് നടക്കുന്നത് എന്താണ്? മൂഢന്മാരായിട്ടുള്ള വ്യക്തികളാണ്, തനി മൂഢന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ചെയ്യുന്നതിനെ വിമർശിച്ചുകൊണ്ട് നടക്കുന്നത്. അവജാനന്തി മാ മൂഢാം മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വര. ഇതാണ് മൂഢന്മാരായിട്ടുള്ള വ്യക്തികള് മനുഷ്യരൂപത്തിൽ ശരീരത്തിൽ ഞാൻ അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു മനുഷ്യനായി എന്നെ കണ്ടു. അതാണ് അവർക്ക് പറ്റിയ തെറ്റ്. എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട്, എനിക്ക് ശരിയെന്നോ തെറ്റെന്നോ ധർമ്മെന്നോ അധർമ്മം പറഞ്ഞു ഒരു കാര്യവും എന്നിലില്ല. കാര്യം ഇതിന്റെ എല്ലാം ഉപജ്ഞാതാവ് ഞാനാണ്. ധർമ്മമെന്നോ അധർമ്മമെന്നോ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അത് ധർമ്മ അല്ല അധർമ്മമായെന്ന് ചൂണ്ടിക്കാണിക്കാനോ യാതൊരു അധികാരവും നിങ്ങൾക്കില്ല. കാര്യം ഇതിന്റെ എല്ലാം ഉപജ്ഞാതാവും ഇതെല്ലാം എഴുതി വെക്കുന്ന ആളും ഞാനാണ്. എനിക്കതിന് വ്യതിചലിക്കുന്നതിനും യാതൊരു മടിയുമില്ല. കാര്യം അതിന് ആരും എന്നെ ഒട്ട് തടസ്സപ്പെടുത്താനും വരാനായിട്ട് സാധിക്കത്തില്ല. കാര്യം ഞാനാണ് ഇതിന്റെ എല്ലാം പ്രൊപ്പറേറ്റർ. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ ഭഗവാൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു, ഭഗവാൻ അത് ചെയ്തു ഇത് ചെയ്തെന്നും പറഞ്ഞ് എന്തിനാണ് വിമർശിക്കാനായിട്ട് പോകുന്നതും ഭഗവാനിൽ അവിശ്വാസിയായിട്ട് മാറുന്നതും? ഒരിക്കലും നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ദൂരം കൂടിക്കൂടി വരികയേ ഉള്ളൂ. ഭഗവാനിൽ ദിവ്യപ്രേമബദ്ധരാവുന്നവര് എത്രയും വേഗം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാറുണ്ടല്ലേ? എന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മാതാജിക്ക് കൃഷ്ണാനുഭവം ഞാൻ ഉണ്ടായ ഒരു കാര്യം പറഞ്ഞില്ല, ഇന്നലെ എനിക്ക് കിട്ടിയ മെസ്സേജാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു മാതാജിക്ക്. അപ്പം അങ്ങനെ എത്രയോ പേർക്ക് എത്ര പ്രാവശ്യം ദിവ്യപ്രേമബദ്ധരായിട്ടുള്ളവർക്ക് കൃഷ്ണാനുഭവം ഉണ്ടാകുന്നുണ്ട് പല രീതിയിൽ. നമുക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് അറിയാനുള്ള ചക്ഷുഷ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ അന്തരംഗ ചക്ഷുഷ് നമ്മളിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട്, അത് പ്രവർത്തിക്കുന്നേ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചുറ്റോടി ചുറ്റും നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന കൃഷ്ണാനുഭവം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇത് ഭഗവാൻ കൃഷ്ണനാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നെന്ന്
നമുക്കത് മനസ്സിലാകുന്നില്ല. അതാണ് നമ്മളുടെയൊക്കെ കാര്യങ്ങൾ. നമ്മുടെ ആ അന്തരംഗ ചക്ഷുഷ് അത് ഒരിക്കലും തുറക്കുന്നില്ല. അത് അജ്ഞാനം പൊടിപടലങ്ങൾ കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുന്നത് കൊണ്ട് ഭഗവാനാണ് ഇതെല്ലാം ചെയ്തു തരുന്നതെന്ന് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നേയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഈ സൂര്യൻ അവിടെ വന്ന് ഉദിച്ച് പ്രകാശം തരുമ്പോൾ എല്ലാം നമുക്ക് ചുറ്റോട് ചുറ്റുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഭഗവാനെ പറ്റിയുള്ള ആ പരമമായ ജ്ഞാനം വന്ന് ഭഗവാനെ പറ്റിയുള്ള സ്മരണം ഉണ്ടായി ഈ പറയുന്ന അജ്ഞാനങ്ങളായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് മാറി തെളിഞ്ഞു കഴിയുമ്പോൾ, ഹൃദയം തെളിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള ഭഗവാനെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ദിവ്യ ആ അനുഭൂതിയിലേക്ക് എത്തിച്ചേരുന്നത്. അത് അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അത് എത്ര അടുത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന സാധന അനുസരിച്ച് നമുക്ക് അതിനെ അടുത്താകാം, അകലത്തിലാക്കാം, അല്ലേ? നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന സാധനയുടെയും കഷ്ടപ്പാടിനെ അനുസരിച്ച് നമ്മൾ അത് ഈ ദൂരത്തെ നമുക്ക് കുറയ്ക്കാനും കൂട്ടാൻ നമുക്ക് സാധിക്കും, അല്ലെ? ഇപ്പോഴും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ആസക്തി നമ്മൾ കൂടുതൽ വെച്ച് പുലർത്തുന്നത് തോറും നമ്മൾ നമ്മൾ ആ ഒരു ദിവ്യ അനുഭൂതിയിലേക്കുള്ള അകലം വളരെ കൂടുതലാണ്. അത് കോടിക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയാക്കും പല ജന്മങ്ങളെടുത്തും നമ്മളിൽ പലരും, അല്ലെ? പല ജന്മങ്ങളെടുത്തും ആ ദൂരം കൂട്ടും. ചിലര് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം കിട്ടി ആ സൂര്യപ്രകാശം അവരുടെ ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ദൂരം പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. ഹരിപോൽ. അപ്പം ഈ ശ്ലോകം 3 എടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം. അതിന്റെ പേരെന്താണ്? ഹരിനാമ കീർത്തനത്തിലേക്ക്. പ്രഭു, നമ്മള് ജീവിച്ചിരിക്കുമ്പോ ഗംഗാനദിയിൽ പോയിട്ട് കുളിക്കുന്ന കാര്യല്ലേ പറയുന്നേ? അപ്പൊ നമ്മൾ അതെ മാതാജി. മരിച്ചു കഴിഞ്ഞ അസ്ഥികൾ ഒരുക്കുന്നതിന്റെ അതിന്റെ അപ്പൊ അർത്ഥം എന്താണ്? ഇപ്പൊ അത് ഗംഗാ തീരത്ത് കൊണ്ടിടുന്നില്ലേ? മാതാജി, അതെങ്ങനെയാണെന്നറിയോ? ഈ നമ്മള് എന്താണ് പറയുന്നത്, അത് നമ്മളുടെ ഭൗതിക ലോകത്ത് നമുക്ക് നമുക്ക് 3-4 കാര്യങ്ങൾക്ക് നമ്മൾ ഈ ജഗന്നാഥപുരിയിൽ ഒരു സ്ഥലമുണ്ട്, സ്വർഗോദാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ ആ സ്വർഗോദാർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളെ ദഹിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു ഏണിപ്പടിയാണ്. അവിടുന്ന് ഒരു ഏണിപ്പടി സ്വർഗത്തിലേക്ക് ഡയറക്റ്റ്ലി ആണെന്നാണ് പറയുന്നത്, അല്ലേ? വൈകുണ്ഠ ലോകത്തിലേക്ക് ഡയറക്റ്റ്ലി ഏണിപ്പടിയാണെന്നാണ് പറയുന്നത്. അപ്പൊ എത്ര മോശമായിട്ടിരുന്നുള്ള ജീവാത്മാവിനാണെങ്കിലും അവരുടെ ഈ അടുത്ത ജന്മം കിട്ടാനായിട്ടുള്ള പടികള് കുറഞ്ഞു കിട്ടും, എത്രയും വേഗം കിട്ടും. അതായത് വൈകുണ്ഠപ്രാപ്തി കിട്ടിയെന്ന് ഒരിക്കലുമില്ല. അതായത് ഒരു പ്രവൃത്തിയും ചെയ്യാതെ അവസാനം അവരുടെ ബോഡി കൊണ്ടുപോയി ഗംഗയിൽ ഒഴുക്കി, അല്ലെങ്കിൽ ഈ സ്വർഗോദാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട്. പക്ഷെ നമ്മൾ ഭൗതികമായിട്ടുള്ള ആൾക്കാരോട് ആരും അത് പറയാറില്ല. കാര്യം അങ്ങനെയെങ്കിൽ അവർക്കൊരു മെസ്സി കിട്ടട്ടെ. അതായത് ജഗന്നാഥന്റെ അടുത്ത് ഇരുന്ന ആ ഒരു ദിവ്യ മഹാപ്രഭു ഒക്കെ സ്നാനം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ദിവ്യമായിട്ടുള്ള സമുദ്ര തീരത്ത് ജഗന്നാഥപുരിയിൽ ജഗന്നാഥ് ഭഗവാന്റെ തൊട്ടടുത്തിരുന്ന് നമ്മൾ മരിക്കുമ്പോഴാണെങ്കിലും നമ്മളുടെ ബോഡി അവിടെ കൊണ്ടുവന്ന് ദഹിപ്പിക്കാനായിട്ട് ഒരു ഭാഗ്യം വേണം. അല്ലാത്തവർക്ക് പറ്റുമോ? ആ ഭാഗ്യത്തിന്റെ ഫലമായിട്ട് അയാൾക്ക് ജന്മജന്മാന്തരങ്ങളായിട്ട് ജന്മം എടുക്കേണ്ട ആ ഒരു ജന്മം കുറഞ്ഞു കിട്ടും, അല്ലെ? മനസ്സിലായില്ല മാതാജി? അതുപോലെ ഗംഗയിൽ ഒഴുക്കി കഴിഞ്ഞാലും ശരീരവും അസ്ഥിയൊക്കെ ഒഴുക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് പാപകർമ്മങ്ങൾ നമുക്കിപ്പോ ഒരു 10,10,10,000 പോയിന്റ് ഉണ്ടെന്ന് ഓർത്ത് നമ്മുടെ പാപകർമ്മങ്ങള്. ഈ ഗംഗയില് നമ്മളൊന്ന് കുളിക്കുക, അല്ലെങ്കിൽ ഈ ഗംഗയിൽ നമ്മളുടെ ശരീരം ഒഴുക്കി, അല്ലെങ്കിൽ അതിന്റെ അസ്ഥി ഒഴുക്കി, ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അതിലെ ഒരുപാട് പോയിന്റ്സ്, ബ്ലാക്ക് മാർക്കുകൾ മാറി കിട്ടും, കുറഞ്ഞു കിട്ടും. ആ ഒരു വ്യത്യാസമാണ്. അപ്പൊ നമ്മള് ഭൗതികതയിൽ ജീവിക്കുന്ന ആൾക്കാരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആയതുകൊണ്ട് ഇവിടുന്ന് മോക്ഷപ്രാപ്തി ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. കാര്യം അല്ലാതെ അവരോട് കൂടുതൽ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പോയിന്റ്സ് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ മനസ്സിലാകുന്നത്? ഒരാൾ അംഗീകരിക്കുകയും വിശ്വസിക്കത്തേയില്ല. അപ്പൊ അവരോട്, അങ്ങനെയുള്ള ജനങ്ങളോട്, അതുകൊണ്ടല്ലേ ശങ്കരാചാര്യർ എന്തിനാണ് ഈ അസത്യം പറയാനായിട്ട് വന്നത് ദ്വൈതമായിട്ട്? കാര്യം പൂർണ്ണമായിട്ടും ഈ ബുദ്ധമതത്തിന്റെ പ്രഭാവത്താൽ ശ്രീബുദ്ധന്റെ തിരോധാനത്തിന് ശേഷം അക്രമവും ഇതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധ
മതക്കാരുടെ ഇടയിൽ എല്ലാ ക്ഷേത്രങ്ങളും അവർ തച്ചുടക്കുകയായിരുന്നു. സനാതന ധർമ്മത്തെ മുഴുവനും തകർത്ത് ഒടുക്കുകയായിരുന്ന സമയത്ത് ഇതിനെ വീണ്ടെടുക്കണം. അപ്പൊ എന്താണ്, ഭഗവാന്റെ ആജ്ഞയായിരുന്നു നുണ പറഞ്ഞിട്ട് വീണ്ടെടുക്കാനുണ്ട് അല്ലേ. എന്താണ് നുണ പറഞ്ഞ അദ്ദേഹം? നമ്മൾ എന്താണ് ഈ ഒരു ഇതിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആത്മാവ് ഉണ്ടെന്നും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആത്മാവില്ല ആണ് ഈ ബുദ്ധന്റെ അവർ പറയുന്നത് അല്ലേ. നിർവ്വാണമാണ്. ഇത് കഴിഞ്ഞിട്ട് അപ്പൊ പുനർജന്മം ഉണ്ടെന്നും പുനരഭിജനനം, പുനരഭിമരണം, പുനരഭി ജനനി ജഡരേ സയനം എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യര് മറ്റേ അതിൽ എഴുതിയിട്ടുണ്ട്. ഏത് പാട്ടില്ലാതെ? ഭജഗോവിന്ദം. ഭജഗോവിന്ദം എന്ന് പറയുന്ന ആ ഒരു കീർത്തനത്തിൽ ശങ്കരാചാര്യ എഴുതിയിട്ടുണ്ട് അല്ലേ. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭി ജനനി ജഡരേ ശയനം എന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലേ. വീണ്ടും ജനനം, വീണ്ടും 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 സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ ജനിച്ചും മരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ഈ തത്വമെല്ലാം അറിയാം. പക്ഷെ ഈ ആൾക്കാരെന്താണ്, ഈ അവിടെ നിന്ന് വിട്ടുകിട്ടണ്ടേ ഈ ആൾക്കാർ. ബുദ്ധമതത്തിന്റെ പ്രഭാവത്തിൽ അവർ പേടിച്ച് അടിമയായവരും അല്ലാതെ ഇതിൽ വിശ്വസിച്ച് പോയവരിൽ നിന്നും എന്താണ് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞു, എന്താണ്, നമ്മൾ ഈ സനാതനത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മളും ഈശ്വരന്മാരായി മാറും. ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പരമാത്മാവായിട്ട് ഒന്നാകും എന്ന് പറഞ്ഞ് ആ ഒരു പൊട്ടത്തരം പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ആൾക്കാരെ ആകർഷിച്ചത്. അദ്വൈതം. അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന വിശുദ്ധ അദ്വൈതത്തിലാണ്. നമ്മൾ ശരിക്കും ദ്വൈതമാണ്, പക്ഷെ അതിനെ ആ ദ്വൈതത്തിനെ വിശുദ്ധ അദ്വൈതം എന്നും പറയുന്നു. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടല്ല, ഒന്നാണ്. നമ്മൾ പറയുന്നത് രണ്ടാണ്, പക്ഷെ എന്താണ്, ആ വിശുദ്ധ അദ്വൈതം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, ശരിക്കും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാണ്, എന്നാൽ ഒന്നല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല താനും. അപ്പോൾ ഗുണത്തിലാണ് ഒന്ന്, അളവിൽ വ്യത്യാസവുമാണ്. ഒരിക്കലും നമ്മൾ ഭഗവാന്റെ അത്രയും വരില്ല എന്ന് നമുക്ക് ഇത് അറിയാവുന്ന വ്യക്തികൾക്ക്. നമ്മളിപ്പോ അദ്വൈതികളോട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ഈ അദ്വൈതികൾ നമ്മളെല്ലാം വാദിച്ച് തോൽപ്പിക്കും. കാര്യം ആ അദ്വൈത സംഹിതകൾ ഒരുപാടുണ്ട് മാതാജി. വേദങ്ങളിലും ഉപനിഷത്തുകളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും അദ്വൈതമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില പുരാണങ്ങളിലും പ്രത്യേകം അതിലെയൊക്കെ കോട്ടുകൾ എടുത്തിട്ട് അവരെല്ലാം നമ്മളെ തോൽപ്പിക്കും. കാര്യം ശങ്കരാചാര്യരുടെ അവസാനം തന്നെ അദ്ദേഹം ഇവിടുന്ന് യാത്രയാകുന്നതിന് മുൻപ് തന്നെ മഹാദേവനാണ് ശങ്കരാചാര്യട്ട് വന്നത്. മഹാദേവൻ പത്മപുരാണത്തില് പാർവതി ദേവിയോട് പറയുന്നുണ്ട്, ഞാൻ എന്താണ് അസത്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവതരിക്കാൻ പോവുകയാണ് ഭഗവാന്റെ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട് പാർവതി ദേവിയോട് പറയുന്നുണ്ട്. ആ ഒരു ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും അസത്യം പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. അല്ല, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് എത്രയാണ്? 4 മഠങ്ങളുണ്ട്. നാല് ധാമിലും 4 മഠങ്ങളുണ്ട് അല്ലെ, ചതുർധാമില്. മറ്റേ ഇവിടെ ഉണ്ടല്ലോ ജോഷി മഠം എന്നാണ് പറയുന്നത് ഇവിടെയുള്ള മഠത്തിന്, എന്നാൽ ബദരികാശ്രമത്തിലുള്ള ജഗന്നാഥപുരിയിലുണ്ട്. അവിടെ ഓരോ ശങ്കരാചാര്യ അധിപരായിട്ട് ഓരോ ജയേന്ദ്ര സരസ്വതി സ്വാമികൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോരുത്തരും അധികാരികളും ഉണ്ട്. അദ്ദേഹത്തിനെ അവിടെ ആക്കിയിട്ടുണ്ട്. അദ്ദേഹം പക്ഷെ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ വീണ്ടെടുത്തു. അതുപോലെ തന്നെ എന്താണ്, ഈ സനാതന ധർമ്മത്തെ തിരിച്ചു പിടിച്ചു. ഇതെല്ലാം ഈ പുനഃപ്രതിഷ്ഠിച്ചു. അവിടെയെല്ലാം മന്ത്രവും ആചാരവും എല്ലാം ഉണ്ടാക്കി, സിസ്റ്റം ഉണ്ടാക്കി. പ്രാർത്ഥനകളുടെയും അതുപോലെ തന്നെ ക്ഷേത്ര ആചാരങ്ങളുടെയും എല്ലാം നിയമ നടപടികൾ ഉണ്ടാക്കി എല്ലാം തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ അതിനുവേണ്ടി ഇത് പറയാതെ ആൾക്കാര് അന്നത്തെ ആ ഒരു സാഹചര്യമാണത്. അന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം തെറ്റാണോ പറഞ്ഞ? അദ്ദേഹം ഭഗവാന്റെ ഇച്ഛ പൂർത്തീകരിക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം തെറ്റാണെന്ന് പറയാം. പക്ഷെ അന്ന് ഉണ്ടായിരുന്ന പല ഭക്തന്മാരെ ഇദ്ദേഹത്തെ ഫോളോ ചെയ്ത ആൾക്കാരാണ് അല്ലെ. നമുക്കറിയാം എഴുത്തച്ഛൻ, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, രമണ മഹർഷി, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, വിവേകാനന്ദൻ, അവർക്കൊന്നും ദൈവ വിശ്വാസം എന്ന് പറയുന്നില്ല. അവരെന്താണ്, മായയിലാണ് വിശ്വസിക്കുന്നത് അല്ലെ. എന്താണ്, ഞാനും ഈ പരമാത്മാവ് ഒന്നാണല്ലോ അല്ലെ. അപ്പൊ ഒന്നാകുമ്പോഴത്തേന് അവർ ദൈവത്തിന് രൂപമില്ലാത്ത അവ്യക്തിഗത ബ്രഹ്മത്തിലാണ് അവര് വിശ്വസിക്കുന്നത്. രൂപമില്ലാത്ത ബ്രഹ്മത്തിലാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ വിവേകാനന്ദൻ, ശ്രീലപ്രഭുപാദരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരോട് ശ്രീലപ്രഭുപാദർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. വിവേകാനന്ദനൊക്കെ ശ്രീലപ്രഭുപാദർ വളരെ മോശമായിട്ട് കാര്യം. അദ്ദേഹം ഇവിടെയൊക്കെ പോയി വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തിയില്ല. ഒറ്റ പേരെ പോലും ഭക്തരാക്കാൻ പറ്റിയില്ല. മനസ്സിലായില്ലേ? വിവേകാനന്ദനോട് ദേഷ്യം വരാൻ കാര്യം എന്താണ്? ഒരൊറ്റ ആളെ പോലും കൃഷ്ണഭക്തനാക്കാൻ പറ്റിയില്ല. വിദേശത്ത് അത്രയും കാലം മുമ്പ് പോയിട്ടും വിവേകാനന്ദ സ്വാമിക്ക് അല്ലേ.
കാര്യം അദ്ദേഹം ഭാരതത്തിന്റെ മഹിമയും എല്ലാം അവിടെ പോയി പറഞ്ഞെങ്കിലും ഒറ്റയാളെ ഒറ്റയാളെ പോലും സനാതന ധർമ്മത്തിലേക്ക് കൊണ്ടുവരാനോ ഒരാളെ പോലും കൃഷ്ണഭക്തനാക്കാനോ പറ്റില്ല. പക്ഷെ ശ്രീല പ്രഭുപാദര് അത് കാണിച്ചു കൊടുത്തു. അപ്പൊ അതാണ് ആ വ്യത്യാസം. മനസ്സിലായില്ലേ? അപ്പം ഇവരെല്ലാരും ഫോളോ ചെയ്ത് അദ്വൈതമാണ്. അദ്വൈതികളായിട്ടുള്ള ആചാര്യന്മാരോട് നമ്മൾ വാദിച്ച് നമുക്ക് കൃഷ്ണാബോധത്തിലുള്ളവർക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഭക്തിസിദ്ധാന്ത സരസ്വതി ടാഗോർ എന്തായിരുന്നു ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മായാവാദികളായിട്ടുള്ള സന്യാസികൾ മായാവാദം പറഞ്ഞുകൊണ്ട് വഴിയെ പോകുമ്പോൾ അദ്ദേഹത്തിന് ദണ്ഡും എടുത്തുകൊണ്ട് ഓടിക്കുമായിരുന്നു അവരെ. കാര്യം ഭഗവാന്റെ പൊട്ടൻസി ഇല്ലാതാക്കാനായിട്ട് വരുന്ന ആൾക്കാരാണ് അല്ലെ. ഭഗവാൻ ഇത്രയും നല്ല ശ്യാമസുന്ദര രൂപത്തിൽ ഇരിക്കുന്നത്. ശങ്കരാചാര്യൻ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ പ്രതിഷ്ഠിച്ചു. വിഗ്രഹമല്ല, വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപം ആയതുകൊണ്ടല്ലേ വിഗ്രഹം വെക്കുന്നത്. രൂപമില്ലെങ്കിൽ അവിടെ ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് അവിടെ മായ വെച്ചാൽ മതിയില്ലേ? അല്ലെങ്കിൽ ഒരു കർട്ടൻ ഇട്ടാ പോരെ? ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് അതേ ശങ്കരാചാര്യരെ ഫോളോ ചെയ്യുന്ന ആൾക്കാര് ഭഗവാന് രൂപം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നു. എന്തൊരു വൈരുദ്ധ്യം! അതുപോലെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ആ ജഗന്നാഥ അഷ്ടത്തിൽ കഥാചിത് കാളിന്തി ദട വിപിന സംഗീത കരവോ മുദാഭീരി നാരീവദന കമലാസ്വാദം മതിവ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയെ പറ്റി അംഗം ഹരേ പുളകഭൂഷണമാശ്രയിൽ നിന്ന് കനകധാര സ്തോത്രം എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു ഏകോ ദേവൻ ദേവകി പുത്രദേവം ഏകോ ദേവൻ എന്ന് പറഞ്ഞു. ഒരേ ഒരു ദൈവമേ ഉള്ളൂ, സാക്ഷാൽ കൃഷ്ണൻ. ഇതൊക്കെ എഴുതിയിരിക്കുന്ന അവരെല്ലാരും വിട്ടുകളയാണ്. അവരാരും ഇത് കേട്ടിട്ട് പോലും ഇല്ല അല്ലെ. അവരോട് ഈ ശ്ലോകം പറയുമ്പോൾ അവര് സ്കിപ്പ് ചെയ്തു പോകും. ശങ്കരാചാര്യരാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദൃഗിഞ്ചു കരണേ. അല്ലയോ മൂഢരായിട്ടുള്ള മനുഷ്യരെ, ഇനിയെങ്കിലും എന്താണ്? ഇനിയെങ്കിലും ഗോവിന്ദനെ ഭജിക്കുക. വേറൊരു മാർഗവും ഇല്ല. സംപ്രാപ്തി സന്നിഹിതകൾ, നമ്മുടെ ശരീരം വിട്ട് പോകാനുള്ള സമയം ആഗതമായിട്ട് വന്നിരിക്കുകയാണ്. വേറൊരാൾക്കും ആ സമയത്ത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല ഗോവിന്ദൻ ഒഴിച്ച്. അതുകൊണ്ട് ഇനിയെങ്കിലും, അല്ലയോ മൂഢരായിട്ടുള്ള വ്യക്തികളെ, നിങ്ങൾ ഇനിയെങ്കിലും ഗോവിന്ദനെ ഭജിക്കൂ എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല? അപ്പം ആ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഈ നമ്മളെ ഈ അദ്വൈതത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഇങ്ങനെയാണ് മാതാജി. അവരും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഇല്ല. അതുകൊണ്ട് ഗംഗാ നദിയിൽ ഒഴുക്കി, അല്ലെങ്കിൽ ഞാൻ അത്രയും നാളും തോന്നിയവാസം ജീവിച്ചിട്ട് ഗംഗാ നദിയിൽ ഒഴുക്കേണ്ട ഭഗവാന്റെ പാദചാരണിയാണ്. അതിന്റെ പവിത്രത ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാകും. അത് വാസ്തവമാണ്. അത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഏത് പുരാണവും വേദവും ശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും ഗംഗയാണ് ഏറ്റവും പവിത്ര നദി. ഗംഗാ സ്നാനം അത്യുത്തമമാണ്. ഗംഗ എന്നൊരു 10,000, അത് ഭൗതികവാദികളായിട്ടുള്ള ആൾക്കാർക്കാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവരുടെ പാപങ്ങളെ, കോടിക്കണക്കിനുള്ള പാപങ്ങൾ ഗംഗാനദിയെ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് ഈ ഗംഗാനദി ശുദ്ധമാകാൻ എവിടെയാ പോകുന്നത്? ഗംഗ യമുന ഈ 3 സരസ്വതികൾ എന്ത് ചെയ്തും ഈ പാപികളായിട്ടുള്ള ആത്മാക്കൾ മുഴുവനും കൊണ്ട് അവിടെ കൊണ്ട് ഈ പാപങ്ങളെല്ലാം ഒഴുക്കിയിട്ടിട്ട് എന്താണ്? ഇവര് മലിനമാകുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇവർ ഈ മാലിന്യങ്ങളെല്ലാം ശുദ്ധമാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? ഇവര് ഈ ഋഷീശ്വരന്മാരും ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള ആ എന്താ പറയുന്നത്, ആശ്രമങ്ങൾ തോറും കയറി ഇറങ്ങി നടക്കുകയാണ് അല്ലെ. അവിടെ എന്ത് ചെയ്യാണ്? ഈ നദികൾ എന്താണ്? സ്ത്രീരൂപം പ്രാപിച്ചിട്ട് അവരുടെ വസ്ത്രങ്ങളെല്ലാം മുഷിഞ്ഞായിരിക്കുന്നത്. അവർ സ്ത്രീരൂപം പ്രാപിച്ചിട്ട് അവിടെ പോയി അടിച്ചു വാരി തളിച്ച് അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ട് ഈ ഋഷിവര്യന്മാർക്കൊക്കെ, ഭഗവാന്റെ പരമഭക്തരായ ഋഷിവാരന്മാരുടെയൊക്കെ പാദസേവ ചെയ്തിട്ടാണ് അവരുടെ സാരിയിലുള്ള ചെളിയെല്ലാം അപ്പാടെ പോകും ഈ സേവയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. ഇത് ആരാണ് ഇത് കണ്ടത്? ഈ നദികളൊക്കെ വന്ന് ഇങ്ങനെ പാദസേവ ചെയ്യുന്നത്? ഒരാൾ പണ്ട് കാശിയിലേക്ക് പോയ കഥ ഞാൻ പറഞ്ഞു അല്ലെ. കാശിയിലേക്ക് പോവാണ് ത്രിവേണി സംഗമത്തിൽ കുളിക്കാനായിട്ട്. അച്ഛനും അമ്മയൊക്കെ കൊണ്ട് പോവാണ് ഭാര്യയായിട്ട്. ഒരാൾ പോയിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഇതുപോലെ ഒരു വഴിയമ്പലത്തിൽ നിന്നപ്പോ അവിടെ മണ്ഡൂക ഋഷിയുടെ ആശ്രമത്തില് ഇതുപോലെ രാത്രിയിൽ ഇദ്ദേഹം നിലാവത്ത് വെളിച്ചം കണ്ട് ഉറക്കം വരാതെ ഇങ്ങനെ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ അതിസുന്ദരികളായിട്ടുള്ള 3 യുവതികള്, അവരുടെ വസ്ത്രങ്ങളെല്ലാം വളരെ മുഷിഞ്ഞ്, സ്ത്രീകൾ അവിടെയെല്ലാം മുറ്റെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി കരിയിലെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അവിടെ അടിച്ചു തെളിച്ച് വൃത്തിയാക്കി അവരെന്ത് ചെയ്തു? ആ കിണറ്റിലെ വെള്ളം എടുത്ത് കുളിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇവരുടെ വസ്ത്രത്തിലെ മാലിന്യം എല്ലാം മാറി അതിസുന്ദരികളായിട്ട് വീണ്ടും മാറി.
അപ്പോൾ നിങ്ങൾ ആരാണ് എന്ന് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ് ഞങ്ങള് 3 നദികളാണ്, പുണ്യനദികളാണ്, ഗംഗ, യമുന, സരസ്വതിയാണ്. ഞങ്ങള് എന്താണ് ഇവിടെ വന്ന് ഈ ഈ എന്താണ് ഞങ്ങളുടെ നദിയിൽ വന്ന് കുളിച്ചിട്ട് എല്ലാവരും പാപത്തെ ഇങ്ങോട്ടേക്ക് ഒഴുകിക്കളയാണ് പതിവ്. ആ പാപത്തെ കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ പുണ്യ പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരുടെ ആശ്രമത്തിൽ വന്ന് സേവ ചെയ്തിട്ടാണ് ഞങ്ങള് ഇതിനെ മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നദിയിൽ വന്ന് കുളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയാണ് നമ്മള് എന്താണ് ഭഗവാനും അല്ലെങ്കിൽ പരമഭക്തർക്ക് സേവ ചെയ്യുക അല്ലെങ്കിൽ സ്വന്തം അച്ഛനമ്മമാരെ നോക്കുകയോ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഈ കാശിയിൽ വന്ന് സ്നാനം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സ്വന്തം പിതാക്കന്മാർക്ക് എന്താണ് സേവ ചെയ്യുവാണെന്നുണ്ട് ഉള്ള രീതിയിൽ അവർ കുറെ ഉപദേശങ്ങൾ കൊടുത്തു. ഈ 3 നദികളിലൂടെ കൂടി ആ ഉപദേശങ്ങൾ കൊടുത്തപ്പോഴാണ് അത്രയും നാള് അച്ഛനും അമ്മയും എങ്ങനെയാണ് ജീവിക്കുന്നത് അവരെ പറ്റി ഒരു കാര്യവും ചെയ്തിട്ടില്ലാത്ത പുണ്ടലീകൻ എന്ത് ചെയ്തു അന്ന് മുതല് എന്താണ് അവരുടെ മാതൃഭക്തിയും പിതൃഭക്തിയും അങ്ങ് വല്ലാതെ കൂടി. അങ്ങനെ കാശിയിൽ പോയതും ഒന്നും ഇദ്ദേഹം അറിഞ്ഞില്ല. ഇദ്ദേഹം നദിയിൽ കുളിച്ചുമില്ല, ഒന്നുമില്ല. അവിടെ പോയ കൂടെ വന്നവരിൽ എല്ലാവരും കുളിച്ചു. ഇദ്ദേഹം എന്ത് ചെയ്തു ഓരോ സമയത്തും അച്ഛനും അമ്മയും എങ്ങനെ ഇരിക്കുന്നു, അവരുടെ വസ്ത്രം നേരാക്കി കൊടുക്കുന്നു, പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരെ ശുശ്രൂഷ തുടങ്ങി. അങ്ങനെ പൂർണ്ണമായിട്ടും പിതൃഭക്തി കണ്ടിട്ടാണ് സാക്ഷാൽ ദ്വാരകാധീശനായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു പുണ്ടരീകന്റെ വീടിന്റെ അടുത്ത് വരെ എത്തി. സ്വമേധയാ ഈ പിതൃഭക്തി കണ്ടിട്ട് ഞാൻ ആ കഥയൊക്കെ പറഞ്ഞാണല്ലോ അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു പിതൃപൂജയാണ് എന്താണ് ഭഗവാന്റെ പൂജയെക്കാളും വലുത് എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു അല്ലെ. കാര്യം രുക്മിണി ദേവിക്ക് അത് ഇഷ്ടപ്പെടുന്ന പോലും ഇല്ലായിരുന്നു. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു കാണിച്ചു തരുന്നു. കാര്യം ഭഗവാൻ സ്വമേധയാ എത്തി അങ്ങനെയുള്ളൊരടുത്തേക്ക്. ഭക്തൻ പോലും അല്ലാത്ത, ഒരിക്കലും ഭഗവാനെ വിളിച്ചിട്ടോ ഭക്തനോ അല്ലാത്ത ഒരാളുടെ അടുത്തേക്ക് പോലും ഭഗവാൻ എത്തി. അതുപോലെ പിതൃപൂജ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു ചന്ദ്രഭാഗ നദിയെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു ഈ പറയുന്ന പുണ്ടലീകന്റെ വീടിന്റെ അടുത്തൂടെ ഒഴുക്കി. വേറെ സ്ഥലത്തൂടെ മാറിപ്പോയിക്കൊണ്ടിരുന്ന നദിയെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. മാതാജിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പോയിന്റ് പറയട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത് ഭഗവാനല്ല, പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ്. ശരീരം എന്ന ക്ഷേത്രത്തിൽ 9 ഗേറ്റുകളുണ്ട്. അതിനുള്ളിലുള്ള വിഗ്രഹം ജീവാത്മാവിനോടും മൂലബിംബത്തെ പരമാത്മാവിനോടും ഉപമിക്കുന്നു. പിന്നെ ത്രിഗുണങ്ങൾക്കും അതീതനാണ് ഭഗവാൻ. ഭഗവത് സേവ ചെയ്യുക, ഫലാസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുക എന്നീ കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ത്രിഗുണങ്ങളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള വ്യക്തിയല്ല ഭഗവാൻ. സർവ പ്രപഞ്ചങ്ങളും ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ഒരു പോയിന്റ് ആയിരുന്നു. ഇനി ആർക്കെങ്കിലും ഉണ്ടോ പോയിന്റുകൾ എന്തെങ്കിലും? സമയം ഞാൻ പറഞ്ഞ് അതിക്രമിച്ച് കണ്ടില്ല. നമുക്ക് പെട്ടെന്ന് ഹരിനാമകീർത്തനത്തിലേക്ക് പോകാം. എത്രയാണ്? 24, 25 ആണോ അതോ 25, 26? 96 തത്വങ്ങളെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. എന്റെ കൃഷ്ണ, അതിന് സമയമില്ലല്ലോ. ഹരേ കൃഷ്ണ. എനിക്കറിയില്ല സമയം കിട്ടുമോ. സമയമില്ല. നമുക്ക് പെട്ടെന്ന് നോക്കാം. ഈ 96 തത്വം ഒന്നും വായിക്കാനായിട്ട് സമയമില്ല. നമുക്ക് ഇന്നാള് ഞാനൊന്ന് വായിച്ചായിരുന്നു തുടങ്ങുന്നതിന് മുൻപ് ഈ 96 തത്വങ്ങൾ ഏതൊക്കെയാണ്. നമുക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് വേഗം പോകാം. അയ്യഞ്ചും അഞ്ചുമുടൻ അയ്യാറും എട്ടുമുടൻ ഔവണ്ണമെട്ടുമുടൻ എൺമൂന്നും ഏഴും അത ചൊവ്വോടരഞ്ചുമഭി രണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥ ഹരിനാരായണായ നമാം. അയ്യഞ്ചെന്ന് പറഞ്ഞ എന്താണ്? 25. പിന്നെ ഒരു 5ഉം കൂടെ കൂടി. അയ്യാറെന്ന് പറഞ്ഞ് 5ഉം 6ഉം ചേർന്ന് 11. പിന്നെ ഉടൻ 8ഉം. പിന്നെ ഔവണ്ണം അതുപോലെ 1 8ഉം. ഉടൻ 83, 24. അധ 7ഉം പിന്നെ 7ഉം. ചൊവ്വോടൊരു5ഉം എന്ന് പറഞ്ഞ വേണ്ട പോലെ പിന്നെ ഒരു 5ഉം. 2 1 പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 1ഉം
3 എന്ന തത്വം അതിൽ ഇപ്രകാരം 96 തത്വത്തിൽ മേവുന്ന നിറഞ്ഞു വർത്തിക്കുന്ന നാഥ അല്ലയോ ഹരിനാരായണ അങ്ങേക്ക് നമസ്കാരം. എല്ലാം മനസ്സിലായോ? ഇല്ലല്ലേ? 25 പിന്നെ ഒരു 5 എഴുതിയിട്ടോ. 25 പിന്നെ ഒരു 5 ഒരു 11 പിന്നെ ഒരു 8 അതുപോലെ വീണ്ടും ഒരു 8 പിന്നെ 24 പിന്നെ 7 പിന്നെ ഒരു 5 പിന്നെ ഒരു 3 ഇങ്ങനെ 96 ഉണ്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ. അപ്പം ഈ 96 അതിന്റെ ഡിവിഷൻ എന്താണ്? അപ്പൊ ഈ പറയുന്ന ഇത്രയും തത്വത്തിന്റെ ഉടമയായിട്ടുള്ള ഈ തത്വങ്ങളിൽ വസിക്കുന്ന ഭഗവാൻ, അതിന്റെ നാഥനായിട്ടുള്ള ഭഗവാൻ അല്ലയോ ഹരിനാരായണ അങ്ങേക്ക് നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പം 5 5 എന്ന് പറയുന്ന ആ 25 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഭൂമി, ജലം, തേജസ്, വായു, ആകാശം എന്നിങ്ങനെ മഹാഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങള്, പിന്നെ അടുത്ത് എന്താണ്? പഞ്ചേന്ദ്രിയങ്ങള്. അപ്പൊ 5 5 10 അല്ലെ? 5 അതായത് മൂക്ക്, നാക്ക്, കണ്ണ്, ത്വക്ക്, ചെവി എന്നിങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന എന്താണ്? ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം എന്നിങ്ങനെ. പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ 5: വാക്ക്, പാണി, പാദം, പായു, വിസർജനേന്ദ്രിയം അല്ലെങ്കിൽ ഉപസ്ഥ എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയം എന്നിങ്ങനെ കർമ്മേന്ദ്രിയങ്ങൾ 5. വചനം എന്ന് പറയുന്നു ആദാനം, വ്യാനം, വിസർജനം, ആനന്ദം എന്നിങ്ങനെ കർമ്മേന്ദ്രിയ വിഷയങ്ങൾ 5. പിന്നെ അടുത്ത് പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ ഇങ്ങനെ പ്രാണന്മാർ 5. ആകെ 30. അങ്ങനെ 30 എത്തി. പിന്നെ മഹാഭൂതങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയ വിഷയങ്ങൾ 5, പ്രാണന്മാർ 5. ഇപ്രകാരം 5 5 എന്ന് പറയുന്നത് 30. 5 25 5 30. ഞാനിപ്പോ 30 എണ്ണത്തെ പറ്റി പറഞ്ഞു. മനസ്സിലാകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, ക്ഷമിക്കുക. കാര്യം പഞ്ചഭൂതങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയ വിഷയങ്ങളെ, ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളെ, പഞ്ചേന്ദ്രിയ വിഷയങ്ങളെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞ് 6 5 30 ആയി. 6 ഇവിടെ 5 6 6 എന്ന് വേണം അർത്ഥം ധരിക്കാൻ. നാഗൻ, കൂർമൻ, വേദദത്തൻ, ധനജ്ഞൻ, കൃകലൻ എന്നിങ്ങനെ ഉപപ്രാണന്മാർ 5. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ ഇപ്രകാരം ആധാരം 6. ഷഡാധാരം എന്ന് പറയുന്നത് 5 പ്രാണന്മാരും 6 ആധാരങ്ങളും ചേർന്ന് 11. അതത്ര 6. പിന്നെ ഉടൻ 8. പിന്നെ ഒരു 8 എന്ന് പറയുന്നത് രാഗം, ദ്വേഷം, കാമം, ക്രോധം, മാത്സര്യം, മോഹം, ലോഭം, മതം എന്നിങ്ങനെ രാഗങ്ങൾ 8. അവ അഷ്ടരാഗങ്ങൾ എന്നറിയപ്പെടുന്നു. പിന്നെ ഔവണ്ണം 8 എന്ന് പറയുന്നത് അതുപോലെ വീണ്ടും ഒരു 8. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിങ്ങനെ അന്ധകരണങ്ങൾ 4. സങ്കല്പം, നിശ്ചയം, അഭിമാനം, അവധാരണം എന്നിങ്ങനെ യഥാക്രമം അന്ധകരണങ്ങൾ, പ്രവർത്തനങ്ങൾ 4. അന്ധകരണങ്ങളുടെയും പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് ചേർത്ത് കാരണങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെ കാരണങ്ങൾ 8. അതാണ് ഔവണ്ണം 8. എല്ലാം കൂടെ പൊട്ടുവോ? 8 3 എന്ന് പറയുമ്പം 8 3. അപ്പൊ അത് ഇട, പിങ്കള, സുഷുമ്ന എന്നീ നാഡികൾ 3. അഗ്നിമണ്ഡലം, അർക്കമണ്ഡലം, ചന്ദ്രമണ്ഡലം എന്നിങ്ങനെ മണ്ഡലങ്ങൾ 3. അർത്ഥേഷണം, ദ്വാരേഷണം, ഉത്രേഷണം എന്ന് ഏഷണം 3. വാദം, പിത്തം, ശ്ലേഷ്മം എന്ന ദൂഷണങ്ങൾ 3. സത്വം, രജസ്, തമ എന്നീ ഗുണങ്ങൾ 3. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന അവസ്ഥകൾ 3. സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ക്രമം, ദേഹനാഥന്മാർ 3. നാഡികൾ 3. മണ്ഡലങ്ങൾ 3. ഏഷണം 3. ദൂഷണം 3. ഗുണങ്ങൾ 3. അവസ്ഥകൾ 3. ദേഹങ്ങൾ 3. നാഥന്മാർ 3 എന്നിങ്ങനെ 8 3 24. ഹരിബോൾ. അത് 7. പിന്നെ ഒരു 7. ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നിങ്ങനെ ധാതുക്കൾ 7. ചൊവ്വോട് 5. പിന്നെ ഒരു 5. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയ കോശം ഇങ്ങനത്തെ കോശങ്ങൾ 5. പിന്നെ 2 1
രണ്ടും ഒന്നും മൂന്ന്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന് മൂന്ന് താപങ്ങൾ. പിന്നെ താപത്രയം എന്നാണ് പറയുന്നത്. പിന്നെ തത്വം അതിൽ മേവുന്നാഥ, വേർതിരിഞ്ഞുള്ള തത്വാനുഭവം ജീവാത്മാവിനാണ് എന്ന് എഴുത്തച്ഛൻ പറയുന്നു. അദ്ദേഹം പറയുന്നു. അപ്പം ഈ തത്വങ്ങളെ എല്ലാം കൂടെ കൂടി ആണ് 96 തത്വങ്ങളെ പറ്റിയാണ് ഈ 4 വരികളിലായിട്ട് എഴുത്തച്ഛൻ എഴുതി ചേർത്തത്. 96 തത്വങ്ങൾ. എന്താണ് ഒന്നുകൂടെ വായിക്കാം. അയ്യഞ്ചുമഞ്ചുമുടൻ അയ്യാറുമെട്ടുമുടൻ ഔവണ്ണമെട്ടുമുടൻ എൺമൂന്നുമേഴുമത ചൊവ്വോടരഞ്ചുമഭി രണ്ടൊന്നു തത്വമതിൽ മേവുന്നാഥ ഹരിനാരായണായ നമ. ഇത്ര തത്വങ്ങളാണെന്ന് നോക്കി. 96 തത്വങ്ങളെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇത്ര വലിയ ആചാര്യനായതുകൊണ്ടാണ് അദ്ദേഹം ഈ 4 വരികളിലായിട്ട്, നമുക്ക് വെറുതെ ഭൗതികതയിൽ ജീവിക്കുന്ന നമുക്ക് ഈ 4 ലൈൻ വായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാകുമോ? ഇത് മാത്തമാറ്റിക്സ് എന്തോ ശ്ലോകമായിട്ട് എഴുതിയെന്ന് മാത്രമല്ലേ വിചാരിക്കുള്ളൂ. ഇത്രയും തത്വമാണ്. ഞാനിപ്പോ 96 തത്വം വായിച്ചു കഴിഞ്ഞു. നിങ്ങളെല്ലാം ഇവിടെ നിന്ന് വേടിയും പുകയും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഒന്നും മനസ്സിലാകാതെ. അത്രയും വലിയ തത്വമാണ് ഈ 4 ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതി പിടിപ്പിച്ചത്. പിന്നെ ഇതിൽ ഒരുപാടുണ്ട്, ഞാൻ വായിക്കുന്നില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പുസ്തകത്തിൽ. അതാണ് ഈ പുസ്തകം ഉള്ളവർക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഈ പുസ്തകം ഇത് കണ്ടോ? ഈ പുസ്തകം നിങ്ങൾ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ അവിടെയൊക്കെ വരുന്നതാണ്. അവിടെ നിന്ന് മേടിക്കുവാണെങ്കിൽ ഈ ഹരിനാമ കീർത്തന എഴുത്തച്ഛന്റെ മേടിക്കുന്ന പ്രൊഫസർ എന്താ ബാലകൃഷ്ണൻ എന്നോ, അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. പക്ഷെ ആരും സ്വന്തമായിട്ട് എടുത്ത് ജി ബാലകൃഷ്ണൻ നായർ ജി ബാലകൃഷ്ണൻ നായർ അദ്ദേഹത്തിന്റെ ഈ പുസ്തകം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ നമ്മൾ വീട്ടിൽ ഇരുന്നാലും ആ പുസ്തകം അവിടെ ആസിറ്റീസിരിക്കും, ആരും വായിക്കത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് ഈ ഒരു ക്ലാസ് തുടങ്ങിയത്. അല്ലെങ്കിൽ ഇത് നമ്മൾ ഇഗ്നോർ ചെയ്യും. അടുത്തത് 26. ഓതുന്ന ഗീതകൾ എല്ലാം അതെന്ന പൊരുൾ ഏതൊന്നു കാൺമതിന് പോരാ മനോബലവും ഏതെങ്കിലും കിമപി കാരുണ്യം ഇന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ നമ. അപ്പം എന്താണ് പറയുന്നത്? അതിനു മുന്നേ ഒരു ഇതില്ലയോ പ്രഭു? ഒന്നിന്റെ തത്വം ഇത് ദേഹത്തിന് ഒത്തവിധം ഒത്തുന്നു ഇത് ആർക്കും ഒരു ഭേദം വരാതെ ഭൂവി അർത്യന്റെ ജന്മനില പാപം വെടിഞ്ഞിടുകിലെത്തുന്നു മോക്ഷം അതിൽ നാരായണായ നമ. മുതജി ക്ഷമിക്കണം, ഇതിൽ അതില്ല. എന്നാ ഇതില് ഇല്ല, ഇതിലില്ല. ഈ ബുക്കിലില്ല. പല മാതാജി പറയുന്ന ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ ആ ശ്ലോകവും ഇന്ന് പറഞ്ഞ മാതാജി പറഞ്ഞ ശ്ലോകവും നമ്മള് സാധാരണഗതിയിൽ വായിക്കുന്ന പീലീലയുടെ റെക്കോർഡ് കേൾക്കുമ്പോഴൊന്നും അതിലൊന്നും ഇല്ല. സാധാരണ നാട്ടിൻപുറത്ത് ആൾക്കാരൊക്കെ മരണസമയത്തൊക്കെ ഇതിരുന്ന് വായിക്കുമല്ലോ. ആ വായിക്കുന്നവർ വായിക്കുമ്പോഴും ഈ പറയുന്ന രണ്ടെണ്ണവും ഇല്ല. ഞാൻ അത് ഇതുവരെ കേട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വായിച്ചപ്പോഴാണ് അത് കേൾക്കുന്നത്. ചില ബുക്കുകളിലെ ചില ബുക്കുകളിലുണ്ട്, ചില ബുക്കുകളിൽ ഇല്ല. മിക്കവാറും ഇത് രണ്ടക്ഷരവും ഇല്ല, ഓയും ഏയും. ഇല്ല, മാതാജി പറഞ്ഞ വാസ്തവമാണ്. അപ്പം എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. ഉപനിഷത്ത് സാര സർവസ്വങ്ങളായി സത്യദർശികൾ ഗാനം ചെയ്തിട്ടുള്ള കൃതികൾ ഈ തത്വഭേദങ്ങളെല്ലാം ആ പരമാത്മാവ് തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം യുക്തിഭേദം പ്രതിപാദിക്കുന്നു. എന്നാൽ ആ സത്യം ഏതെന്ന് വിചാരം ചെയ്ത് അനുഭവിക്കുന്നതിന് മനസ്സിന് കഴിവുമില്ല. എന്തായാലും ഹേ ഭഗവാൻ, അങ്ങയുടെ വാത്സല്യം കുറച്ച് സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഹരിനാരായണന് നമസ്കാരം. അപ്പം ഓതുന്നു ഗീതകളിൽ ഇതെല്ലാം അതെന്ന പൊരുൾ. അപ്പം ഈ നമ്മൾ കേൾക്കുന്ന പുസ്തകങ്ങളിലെല്ലാം ഒരുപാട് പൊരുൾ ഇങ്ങനെ ഗീത എന്ന് ഉദ്ദേശിച്ച ഭഗവത്ഗീത ആകാം. അങ്ങനെ നമ്മൾ കേൾക്കുന്ന പുരാണങ്ങളും നമ്മൾ കേൾക്കുന്ന ഉപനിഷത്തുകളും നമ്മൾ കേൾക്കുന്ന ആചാര്യന്മാരിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങളെയൊക്കെ ഗീത എന്നൊരൊറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഭഗവത് വചനം എന്നാണ് ഗീത എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയും മാത്രം. ആ ഒരു പൊരുൾ എന്താണ്, ഏതാണെന്ന് ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ഗീതകളെല്ലാം ഭഗവാനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏതൊന്ന് കാണുന്നതിന് പോരാ മനോബലവും. പക്ഷെ അത് ആരാണെന്ന് അറിയാനായിട്ടുള്ള ഒരു മനോബലമൊന്നും എനിക്ക് ഇല്ല. അപ്പം ഏതെങ്കിലും കിമപി കാരുണ്യം ഇന്ന് തവ സാധിക്ക വേണ്ടു ഹരിനാരായണ എന്നമ. നീ എങ്ങനെയെങ്കിലും ഇത് ആരെ പറ്റിയാണ് ഈ ഗീതകളിലെല്ലാം പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാരുണ്യെങ്കിലും നീ എനിക്ക് തരില്ലേ ഭഗവാനെ ഹരിനാരായണ എന്നാണ് പറയുന്നത്. അതായത് ഓതുന്നു ഗീതകളിൽ ഇതെല്ലാം അതെന്ന പൊരുൾ.
ഏതോ ഒരു പൊരുളിനെ പറ്റി എല്ലാ ഗീതകളിലും പുസ്തകങ്ങളിലും ഇങ്ങനെ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും എല്ലാം ആരെ പറ്റിയോ പറയുന്നുണ്ട്. പക്ഷെ ഏതൊന്ന് കാൺമതിന് അത് ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുള്ള മനോബലം ഇല്ലതാനും. ഏതെങ്കിലും അത് ആരായെങ്കിലും വേണ്ടില്ല, ആരെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും വഴിയിൽ കൂടെ ആണെങ്കിലും വേണ്ടില്ല, എനിക്ക് ഇത് ആരാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാരുണ്യമെങ്കിലും അല്ലയോ ഹരിനാരായണ ഭഗവാനായിട്ട് ചെയ്തു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഹരേ കൃഷ്ണ. ഹരി പോൽ. ഇനി ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാം, അല്ലാത്തവർ ഇരിക്കുന്നവര് ഇരിക്കുക. നാളെ നാളെ വിദേശങ്ങളിലെല്ലാം നാളെ തൊട്ട് പുരുഷോത്തമ മാസം തുടങ്ങിയാണ്. അപ്പം പുരുഷോത്തമ മാസം നാട്ടില് ഞായറാഴ്ച തൊട്ടാണ് തുടങ്ങുന്നത്, 17-ാം തീയതി തൊട്ട്. അപ്പം എല്ലാവർക്കും പുരുഷോത്തമ മാസ ആശംസകൾ ഞാൻ വീണ്ടും തരികയാണ്. തുടക്കത്തിലും തന്നു, ഒന്നുകൂടെ തരികയാണ്. എല്ലാവരും അത് 3 വർഷത്തിൽ വരുന്ന അമൂല്യമായിട്ടുള്ള ഒരു മാസമാണ്. 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് കിട്ടുന്ന. എല്ലാവരും നല്ല രീതിയിൽ അത് പറ്റുന്നതിന് പരമാവധി അത് ഉപാസിക്കുക. ഹരി ബോൾ. ഹരേ കൃഷ്ണ.